കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു സുദിനം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന കൃപകൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ നിമിഷവും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങളെ എത്ര മാത്രം വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും നൽകി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മോടൊത്ത് കർത്താവിന്റെ ദാസി ലൈല മാത്യു തന്റെ സാക്ഷ്യം പങ്കിടുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. വചനദീപ്തിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ കർത്തദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി അഹോരാത്രം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ പ്രാർത്ഥന പുരസ്കരമായിരിക്കട്ടെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അവയൊക്കെയും വളരെ ശക്തമായി ചെയ്തെടുപ്പാൻ കർത്താവ് കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തും മുൻപായിട്ട് ഞാൻ ഒരു വാക്കിൽ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ഇഷ്ടത്തിന് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ നാമം അടിയങ്ങളിൽ ജയമെടുക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണ നിയന്ത്രണം അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം കർത്താവെ ഭംഗിയായിട്ട് ആമീൻ ഒരു തടസ്സവും കൂടാതെ ഈ തുടക്കം മുതൽ ഒടുക്കം വരെയും എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഉപയോഗിക്കണമേ. തന്റെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ പ്രസ്താവിക്കുമ്പോൾ ഇതേറെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയെ സമർപ്പിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്റെ ദാസിയെ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ ദാസി ലൈല മാത്യുവിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസിയെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്തദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ പറയാമോ? ഇപ്പോൾ ഞാൻ ചിങ്ങവനത്ത് മറിയാമ്മാൻറ്റിയുടെ വീട്ടിലാണ് ഇപ്പോ ചിങ്ങവനം ജോയിൻ ചെയ്തേക്കണത്. എന്റെ വീട് പറയുകയാണെങ്കിൽ കോലാപ്പൂര് പറവൂര്, നോർത്ത് പറവൂര് ചാത്തനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. വേലയുടെ മുഖത്ത് ഞാൻ കോലാപ്പൂര് സാജിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വേലയുടെ. സ്തോത്രം. ഇപ്പോൾ കർത്താവിന്റെ വേലയിലെ കുടുംബമായിട്ടായിരിക്കുന്നുവല്ലോ. തന്റെ ബാല്യകാലത്തിൽ താൻ തനിച്ചാണ് ഭവനത്തിൽ നിന്നും ഇറങ്ങി തിരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്രകാരം ഏതവസ്ഥയിലായിരുന്നു, ഏതവസ്ഥയിൽ നിന്നാണ് കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചത്, ഈ സംഘടനയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത് എങ്ങനെയെന്നും തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ അവസരമുണ്ട്. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. എന്റെ ചെറുബാല്യ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പൂർവികന്മാരായിട്ട് അമ്പലവും ഒക്കെ വെച്ച് ഉത്സവവും ഒക്കെ നടത്തിക്കൊണ്ട് ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ചെറുപ്പത്തിലേ തുടങ്ങി ഞങ്ങൾ 9 പിള്ളേരാണ്, അതിൽ 4ാമത്തതാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉത്സവവും എല്ലാ വർഷവും എല്ലാവരെയും വിളിച്ച്, നാട്ടിലെല്ലാവരെയും വിളിച്ച്, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരെയും വിളിച്ച് ഉത്സവമൊക്കെ നടത്തി പോരുന്ന ഒരു ടൈമാണ്. പക്ഷെ ഇവിടെയൊക്കെയും ഈ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു. സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഫാദർ ഇങ്ങനെ മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് വന്ന് വീട്ടിൽ വന്ന് എന്നും വഴക്കും ഒക്കെ ആയിരുന്നു. അതിനുശേഷം എൻ്റെ മൂത്ത സഹോദരൻ ആയിരിക്കും ഞങ്ങൾക്ക് ഒരു തണലായിട്ട് നിൽക്കുമെന്ന് ഓർത്തു. പക്ഷെ എൻ്റെ മൂത്ത ആങ്ങളയ്ക്ക് കാനറ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. അന്ന് ജോലിക്ക് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു അവിടെ ഒരു ആശ്വാസം കിട്ടുമെന്ന്. അങ്ങനെ ആ സമയത്ത് എൻ്റെ ആങ്ങളെയും ഭയങ്കര മദ്യപാനിയായി. അങ്ങനെ വീട്ടിൽ എനിക്ക് പഠിക്കാനോ, ഞങ്ങള് ചെറുപ്പത്തില് സത്യം പറഞ്ഞാല് ഞാൻ പഠിച്ചതെല്ലാം ഒരു പള്ളിവക സ്കൂളിലാണ് പഠിച്ചത്. ചെറുപ്പത്തിലെ 1 തൊട്ട് 4 വരെ അവിടെ പഠിച്ചു, 5 തൊട്ട് 7 വരെ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് എന്തോ
ഞങ്ങളുടെ ഹിന്ദുവിൽ ഒരു വിശ്വാസം കുറവായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ പള്ളിയിൽ പോയിരുന്നു, സ്കൂളിൽ ടൈം കിട്ടുമ്പോ ഈ ബ്രേക്കിന്റെ ടൈം ആവുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും. പക്ഷെ യേശു ഒരു രക്ഷകനാണെന്ന് അന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. നമ്മളെ ഈ പുണ്യാളന്മാരോടും മറിയോടും ഒക്കെ ഇരുന്ന് എന്റെ പ്രാർത്ഥന ചെറുപ്പത്തിലേ തുടങ്ങി. എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ എന്തോ അതെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കണാണെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ചെറുപ്പത്തിലേ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ഈ പൂജയും കർമ്മവും എല്ലാം ഉണ്ടെങ്കിലും ഉത്സവം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനം ഇല്ലായിരുന്നു. അപ്പൊ വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങള് കുടുംബ വീടാണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛന്റെ എല്ലാം ചേട്ടനും ഇനിയന്മാരെല്ലാം കൂടി താമസിക്കുന്ന ഒരു കുടുംബ വീടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ പോയി. അപ്പൊ വീട്ടില് എന്റെ അപ്പൻ ഇങ്ങനെ കുടിച്ചു വന്നിട്ട് ഈ വിഗ്രഹങ്ങളെ എല്ലായിടത്തും അവിടെ ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ കായലാണ്, കൊച്ചി കായൽ, അങ്ങനെ ആ കായലിൽ കൊണ്ടിട്ട് അങ്ങനെ പിന്നെയും പ്രശ്നങ്ങൾ കൂടി. ഒരു ദിവസം അച്ഛനാണെങ്കിൽ ഒരു ദിവസം മോനിങ്ങനെ എല്ലാ ദിവസവും മദ്യപിച്ച് വന്നിട്ട് ഇവര് തമ്മിൽ അടിയും ബഹളമാണ്. ഇത് കണ്ടു വളർന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ 7ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. 7 കഴിഞ്ഞ് 8ലേക്ക് ആയപ്പോ ദൂരെ പോണം, പറവൂര് പോയി പഠിക്കണം. അങ്ങനെ പഠിക്കാൻ പോകാൻ പറ്റാതെ ഈ അച്ഛനും മോനും ഉള്ള പ്രശ്നം കാരണം എന്റെ ബാല്യപ്രായത്തിൽ തന്നെ ജോലി ചെയ്യേണ്ട വന്നു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ചെമ്മീൻ കമ്പനിയുണ്ട്, അവിടെ പോയി ചെമ്മീൻ കിള്ളി. അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ ഇങ്ങനെ കായലാണ്. അപ്പൊ എൻ്റെ ഒരു 13ാമത്തെ വയസ്സിൽ തന്നെ വീട്ടില് ജോലി ഇങ്ങനെ ആ മീൻ പിടിക്കണ അവര് മീൻ പിടിക്കുമ്പോഴേന്ന് അപ്പൊ ഞാനും അവിടെ ഇറങ്ങി അങ്ങനെ പഠിച്ചാണ് ഈ പിള്ളേരാ പഠിപ്പിച്ചത്. അപ്പൊ ഈ അച്ഛനും മോനും ജോലി ചെയ്താല് വീട്ടിലൊന്നും മേടിക്കൂല. ചെറുപ്പത്തിലെ ഒട്ടും ഒരു സമാധാനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അച്ഛനെ കുടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് പുഴയിൽ കളയും, പച്ചക്കറി ഇങ്ങനെ എല്ലാം പറിച്ചു കൊണ്ടേ പുഴയെ കളയലാണ്. ഒരു സമാധാനം ഇല്ലായിരുന്നു. ഒരു ദിവസം മോനാണെങ്കിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ സമാധാനം ഇല്ലാതെ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പ്രശ്നം വെക്കണം, നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളെയൊക്കെ കൊണ്ട് കായലിലിട്ടേക്കണോണ്ടാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അതിനെ കരയിലിട്ടെടുത്ത് പൂജ ചെയ്തു. പിന്നെയും ഈ വിഗ്രഹങ്ങളെ അവിടെ വെച്ചു, പിന്നെയും പൂജ തുടങ്ങി. അവിടെ ഒന്നും ഒരു സമാധാനം ഇല്ല. അപ്പോൾ ആ ഇടയ്ക്കാണ് എന്റെ ചേച്ചിക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ എന്റെയും ചേച്ചിയുടെ ഒക്കെ കൂടി സ്വർണ്ണം കൊടുത്താണ് ഇങ്ങനെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ അവിടെയും ഒരു സമാധാനമില്ല. ആ സമയം എന്റെ ചെറുപ്പത്തിലേ തുടങ്ങി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്നുവെച്ചാൽ ഒരു മദ്യപാനികളെ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്ന ആൾക്കാരെ ഒന്നും എനിക്ക്, ആണുങ്ങളെ തന്നെ പേടിച്ചു പോയി ജീവിതത്തിൽ വീട്ടിൽ വന്നതുകൊണ്ട്. അങ്ങനെയാണ് എന്റെ ബാല്യകാലം. ഈ വീട്ടിൽ സമാധാനം ഇല്ലാതെ അങ്ങനെ ഞങ്ങള് പല സ്ഥലത്തും പോയി. പള്ളിയില്, ഈ ചെട്ടിക്കാട് പള്ളി, നോവേന കൂടാൻ, ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ ആൾക്കാർ പറയണേ എവിടെയെല്ലാം പള്ളികളിലുണ്ടെങ്കിൽ അവിടെയും പോകും, അമ്പലത്തിൽ പോകും. ഒരാശ്വാസവും കണ്ടെത്തിയില്ല ചെറുപ്പത്തിലെ. ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ വീടിന്റെ പുറയിൽ ഇങ്ങനെ കായലായതുകൊണ്ട് ഈ കായലിന്റെ അരിയത്ത് പോയിരിക്കും എപ്പോഴും. സന്ധ്യക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സമാധാനം കിട്ടണ ആ കായലിന്റെ അരിയത്ത് പോയിരിക്കുമ്പോഴാണ്. അപ്പോൾ എന്റെ ചിന്ത മൊത്തം ഈ കായൽ, ഈ വെള്ളവും മീനും ഈ തേങ്ങയും മാങ്ങയും ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ചെറുപ്പത്തിലേ തുടങ്ങി എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്തുകൊണ്ട്, ദൈവമേ യേശുവാണെന്നറിയില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു, ഞങ്ങൾ ഈ കൊച്ചു പിള്ളേര് എന്തുകൊണ്ട് ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കുമായിരുന്നു ചെറുപ്പത്തിലേ തുടങ്ങി. പക്ഷേ ബൈബിള് വായിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടതൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് പിന്നീടാണ് ബൈബിള് വായിച്ചതിന്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അറിയണം. അപ്പൊ ഈ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. എന്തുകൊണ്ടോ ഞങ്ങള് ഹിന്ദുക്കളെ ആ ദൈവങ്ങളിലേലും എനിക്കിഷ്ടം ദൈവമുണ്ട്. പിന്നെ യേശു രക്ഷകനാണെന്ന് ആരും നമുക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്കര്, യാക്കോബ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെ അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പറവൂര് ചാത്തനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പെന്തക്കോസുകാരോ CSIക്കാരോ അങ്ങനെ ആരുമില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഈ പ്രാർത്ഥന നടത്താനോ മറ്റൊന്നും ഇതില്ലാത്തൊരു സ്ഥലമായിരുന്നു അവിടെ. ആ യേശു ആരാണ്, ദൈവമാണെന്നോ ഒന്നും പറയാൻ പറ്റുന്ന അങ്ങനെ ആരും പറഞ്ഞു തരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. എന്നാൽ ഞങ്ങൾ അവിടെ പള്ളിയിലെ പെരുന്നാള് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ബാല്യകാലം.
ബാല്യകാലത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും അതെ. ശരിക്കും കടലിനെയും കായലിനെയും പർവ്വത നിരകളെയും ഭൂമിയിലെ സകല അതെ. സൃഷ്ടികളെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആ ചെറു ബാല്യത്തിൽ തന്നെ ദൈവം ഒരു ചിന്ത തന്നു. അതെ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു തിരിച്ചറിവ് തന്നതാണ് ഒരു പക്ഷെങ്കിൽ അല്ലെ ഈ പിടിച്ചു അതെ. നിൽക്കുവാൻ അതെ. ദൈവം ഇടയാക്കിയത്. അതെ. 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 മദ്യപാനികളുടെ നടുവിൽ ജീവിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ശരിക്കും ലൈല സിസ്റ്റർ ദൈവം അവിടെ കണ്ടിരുന്നു. ആ കുടുംബത്തിൽ അതെ. കണ്ടിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടെത്തിപ്പാൻ ഇടയായത്. ഒരു പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ഉദ്ദേശ്യങ്ങളാണ് അതെ. അല്ലെ? തീർച്ചയായും. അപ്പം അതെ. ഏത് നിലയിലൂടെയാണ് കർത്താവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്ന് സാക്ഷിച്ചാട്ടെ. അതെ, ഞാൻ പറയാം. അത് അങ്ങനെ എന്റെ ചേച്ചിയുടെ വിവാഹം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിന്. അപ്പൊ ഞങ്ങള് അന്ന് ഞങ്ങൾക്ക് പാവപ്പെട്ടവരായതുകൊണ്ട് അധികം സ്വർണ്ണമൊന്നും കൊടുക്കാൻ പറ്റിയില്ല. 5 പവനും ഒരു 5000 രൂപയും എനിക്ക് തോന്നുന്നു 37 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത് കെട്ടിച്ചെങ്കിലും അത് എന്റെയും ചേച്ചിയുടെയും കൂടി ഉണ്ടായ സ്വർണ്ണം ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ അങ്ങനെയായിരുന്നു. അത് അച്ഛനും മോനും ഒന്നും ചെയ്തില്ല. ആ സമയത്ത് അങ്ങനെ കെട്ടിച്ചു വിട്ടിട്ട് അപ്പോൾ എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ചേച്ചീനെ വിവാഹം കഴിച്ചു വിട്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം. എന്റെ താഴെ 5 പേരുണ്ട്. അപ്പൊ എന്റെ താഴെയുള്ള 2 ആൺപിള്ളേര് ഒരു 10-15 വയസ്സൊക്കെ ആയിട്ടുണ്ട് ആ കാലത്തില്. 93-ല്. അപ്പൊ 92-ല്. അങ്ങനെ ഞാൻ വേഗം ഈ പിള്ളേരൊക്കെ ഒന്ന് വലുതായി വന്നിട്ട് ട്രെയിന് തലവെച്ച് മരിക്കണം, എനിക്ക് ജീവിക്കണമെന്ന് ഒട്ടും ഇഷ്ടമില്ല. എപ്പോഴും ഒരു നിരാശയാണ് മനസ്സിൽ. എന്ന് വെച്ചാൽ ആരുമില്ല. ഞങ്ങൾ 5 പെൺപിള്ളേർ 6 പെൺപിള്ളേരാണ്. അവരെ കെട്ടിക്കാനില്ല. ചേട്ടൻ ആകെ പ്രതീക്ഷ ഉണ്ടായത് മൂത്ത ആങ്ങളെയാണ്. പിന്നെ എന്റെ താഴെ 2 പെൺപിള്ളേർ, ഇളയതാണ് 2 ആൺപിള്ളേര്. അവരൊക്കെ വലുതായി വന്ന് നമ്മളൊക്കെ വിവാഹം ചെയ്ത് വിടാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാ എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പല പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി വീട്ടിൽ ദൈവപൂജ നടത്തി ശുദ്ധീകരിച്ചു. എന്നിട്ടും ഒരു സമാധാനമില്ല. പഴയ ഇതുപോലെ തന്നെയാണ് വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഒരു ധ്യാനത്തിനൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട്. അങ്ങനെ കരസ്മാറ്റിക്കിന്റെ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട് അവിടെ അടുത്തൊരു വീട്ടിൽ വന്നപ്പോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അപ്പോഴൊന്നും യേശു രക്ഷകനാണെന്നൊന്നും അവർ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടില് അന്ന് 93-ല് 2 പെൺപിള്ളേര്, ഒരെണ്ണം ഹിന്ദുന്ന് വിശ്വാസത്തിൽ വന്നതും ഒരെണ്ണം കത്തോലിക്ക വിശ്വാസത്തിൽ വന്ന 2 പെൺപിള്ളേര് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ സുവിശേഷം പറയാൻ വന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രവർത്തനമാണ്. അവിടെ വന്നപ്പോ ഞാൻ വേഗം വീട്ടിൽ കയറ്റിയിരുത്തി അവർക്ക് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ എന്നോട് ആ 2 പേരിൽ ഒരു ഹിന്ദുന്ന് വിശ്വാസത്തിൽ വന്ന ഒരു പെണ്ണെന്നോട് പറഞ്ഞു, ശോഭ എന്നാ പേര്, വൈപ്പിങ്കര ഉള്ളത്. അപ്പൊ ആ ശോഭ എന്ന് പറഞ്ഞ ആ കൊച്ചൻ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇങ്ങനെ യേശുവിന്റെ രക്ഷകനാണ്, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങളുടെ അനുഭവം തന്നെ, അച്ഛനും മോനും ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. മോൻ പുറപ്പെട്ടു പോയി, അച്ഛൻ മദ്യപിച്ച് സ്ഥലവും എല്ലാം വീടും വിറ്റു, എല്ലാം നശിപ്പിച്ചു. അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാം തന്നു. അപ്പൊ ഞാൻ എവിടെയാണ് ഒരു കച്ചിത്തുരുമ്പ് കിട്ടും എന്നുള്ള ആ ഇതിലിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഈ ശോഭയുടെ സാക്ഷ്യം കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വരാം അവിടെ പ്രാർത്ഥനയ്ക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 2 പെൺപിള്ളേര് വീട് വാടകയ്ക്ക് എടുത്തിട്ട് പ്രാർത്ഥന അവര് തുടങ്ങും. ഞായറാഴ്ച ദിവസം പാസ്റ്റർ വന്ന് ആരാധന നടത്തും. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പോയി ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പാസ്റ്റർ ഞായറാഴ്ച എന്നോട് വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് ആ പാസ്റ്റർ പറഞ്ഞു, മോളെ ഇങ്ങനെ നമ്മള് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം, അപ്പോഴും നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുള്ളൂ, നമ്മൾ പാപികളാണ്, നമ്മൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പാവം, എന്റെ വിചാരം മൊത്തം നമ്മൾ പാവം ചെയ്താലും മാത്രം. അപ്പൊ അങ്ങനെയല്ല, നമ്മളെ ആദാം തുടങ്ങി പാവത്തിൽ ജനിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആ പാസ്റ്റർ വന്ന വാചകങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പോകുമായിരുന്നു. വെച്ചാൽ വീട്ടിലെ ആങ്ങളെ അച്ഛനും അറിയാതെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് പോകണം. ഞായറാഴ്ച പോകും, പോയിട്ട് പോരും. അങ്ങനെ അവരവിടെ ഒരു 3 മാസം കഴിഞ്ഞപ്പോ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ അവര് കുറച്ചു പേരുള്ളൂ, ഈ സൗകര്യമാരും പാസ്റ്ററും ഒക്കെ കൂടി ഇരുന്ന് 3 ദിവസം ഉപവസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഉപവാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടങ്ങളും പട്ടിണിയൊക്കെ കിടന്ന് വളർന്ന ആളുകൊണ്ട് കുഴപ്പമില്ല, ഞാനിരിക്കാം. അങ്ങനെ ഇരുന്ന് ഇവര് ഈ അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഞാൻ വിചാരിച്ചത് ഇതെന്ത് ഭാഷയാണ്. കർത്താവിനോട് ഞാൻ പറയും, കർത്താവ് എനിക്ക് ഈ ഭാഷ തരണം എന്ന് പറഞ്ഞ് 2-ാമത്തെ ദിവസം 1993 ആഗസ്റ്റ് മാസം 8-ാം തീയതി ഇങ്ങനെ എന്നെ
ഒരു പ്രത്യേക ഒരു ശക്തിയിൽ എന്നെ നിറച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര തീ പോലെയാണ് ഒരു വാർത്ത വിടാറുണ്ട്. ആ തീയില് നടുവില് ഈ ശബ്ദം കേൾക്കുകയാണ്. അന്ന് എനിക്ക് ബൈബിൾ എന്താണെന്നോ ബൈബിളിനെ കുറിച്ച് എന്താണെന്നോ എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേട്ടിട്ട് ഈ പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചിട്ട് ഞാൻ പൊങ്ങി ഇങ്ങനെ ബോള് പോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് താഴോട്ട് വന്ന് വീഴുകയാണ്. ആ സമയത്ത് ഈ ഭയങ്കര ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു ശബ്ദത്തിൽ എന്നോട് കർത്താവ് പറയുവാണ്, യെശയ്യാപ്രവചനം 43 അധ്യായനോട് സംസാരിക്കുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ വെള്ളത്തിൽ കൂടി നടക്കും, വെള്ളം നിന്നെ കവിയില്ല, അഗ്നിജാല ദഹിപ്പിക്കയില്ല. എന്നാൽ ഈ വചനം എന്നോട് കർത്താവ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജീവിക്കുന്ന ദൈവം ഇവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പാസ്റ്ററിനോട് ചോദിച്ചു, എന്താണ് മോളെ കരയണ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ യെശയ്യാവ് പ്രവചനം. അപ്പൊ ബൈബിൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ 3 മാസം അപ്പൊ ബൈബിള് പാസ്റ്റർ തന്നിട്ടുണ്ടെങ്കിലും യെശയ്യാവ് വരെയൊന്നും വായിക്കാൻ എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ബൈബിൾ അറിയത്തില്ല എന്നും വചനം അറിയത്തില്ല എന്നും നമ്മുടെ ദൈവത്തിന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിലെ ബാല്യകാലത്തിൽ പറഞ്ഞത്, ചെറുപ്പത്തിലേ ഞാൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാങ്ങ എങ്ങനെ, തേങ്ങ എങ്ങനെ ഉണ്ടായി, ഇതിന്റെ പിന്നിൽ മത്സ്യം എങ്ങനെയൊക്കെ ഉണ്ടായി എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ ആകാശം ഭൂമിയും ദൈവം സൃഷ്ടിച്ചു, ഇത് ആ വചനം എനിക്ക് വായിക്കാൻ വഹിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മളുടെ പേര് സ്വർഗത്തിൽ എഴുതി നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, പേര് സ്വർഗത്തിൽ എഴുതിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ പേര് പാസ്റ്റർ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എഴുതി, ദൈവം എന്നോട് സംസാരിക്കാൻ. ഞാൻ അന്വേഷിച്ച് നടന്ന ദൈവം ഇവിടെ ഉണ്ട്. ഒരു പൈസ കൊടുക്കോ ഒരു നേർച്ചയിടുവോ ഒന്നും ചെയ്യാതെ ദൈവം നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി. അന്ന് തുടങ്ങി എനിക്കൊരു പ്രത്യേക ശക്തി, ബലം ഉണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ തുടർച്ചയായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഓരോ വീടുകളൊക്കെ എന്നെ കാണിച്ചു തരും. പിന്നെ പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അവരുടെയൊക്കെ വീട്ടിൽ പോയി, നമുക്ക് പരിചയമുള്ള വീടൊക്കെ എറണാകുളത്തുള്ള, അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കും, അറിയാവുന്ന പോലെ യേശുവിനോട് പ്രാർത്ഥിക്കും. അപ്പൊ ആ പ്രാർത്ഥന കഴിയുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടുമ്പോൾ അവർ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അനേക വിശ്വാസികളെ, അനേക ഹിന്ദുക്കള് എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നമാണ്, വീട്ടിൽ കാണാതെയാണ് പോണത്. അപ്പൊ എന്റെ ആങ്ങളമാരോട് വന്നു വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ പെങ്ങളെ വീട്ടിലിരുത്തണം, പെങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതേ ക്രിസ്ത്യാനി മതം മാറ്റാൻ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവരുടെ ഭർത്താക്കന്മാര് പാർട്ടിക്കാരോട് എന്ന് പറഞ്ഞ് BJP-ക്കാരി, കോൺഗ്രസ്സുകാരി, കമ്മ്യൂണിസ്റ്റുകാരി, ഇങ്ങനെ എല്ലാവരും വന്ന് എന്നോട് വീട്ടിൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാമോ. അപ്പൊ എന്റെ അമ്മയുടെ ആങ്ങളുടെ ഒരു മോനുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടിയിലെ മേധാവാണ്. പുള്ളി ഒന്നുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ 10 പേരും, ഞങ്ങൾ ഈ 9 മക്കളും 10 പേരും കൂടി ആത്മഹത്യ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു ദൂതന്മാരെ പോലെ 2 പെൺപിള്ളേർ ഇവിടെ വന്നു. ഞാൻ പോകും. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചു കഴിഞ്ഞ് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രത്യേക ശക്തിയും ബലവും, ആരെയും ഒരു ഭയം ഇല്ലാതെയായി. അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ പോയി തുടങ്ങി കഴിഞ്ഞ് ഒരു 3 വർഷത്തോളം. അപ്പൊ ഞാൻ ഈ മീൻ പിടിക്കാനുള്ള പോക്കൊക്കെ നിർത്തി കുറച്ച്. എനിക്ക് പിന്നെ ഈ യേശുവിനെ കുറിച്ച് ആൾക്കാരോട് പറയണം, ഇതങ്ങോട്ട് മനസ്സിലോട്ട് കയറി, ഈ രക്ഷകനാണ്, ഇത് അനേകരോട് പറയണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ അന്ന് പോകും, എല്ലാവരോടൊക്കെ പോയി പറയും. അപ്പൊ എനിക്ക് ഭയങ്കര എതിർപ്പ് ദേശത്തുണ്ടായി. അപ്പൊ ദൈവം എന്നോട് എന്തുവരെയും ഇങ്ങനെ എന്നോട് കാണിച്ചു തരും, ഇങ്ങനെ എന്നോട് പറയും ഇന്ന പോലെ ദേശത്ത് പ്രശ്നം. അപ്പൊ എനിക്ക് ബൈബിളില് ഒന്നും അറിയത്തില്ല, ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത് എന്നൊക്കെ. അങ്ങനെ എന്നോട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തരും, ഇന്ന പോലെ ദേശാധിപതി ശക്തി, ഈ അന്ധകാര ശക്തി, ഇതൊക്കെ എന്നോട് കർത്താവ് പറഞ്ഞു തന്നതാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ബൈബിൾ വായിച്ചപ്പോൾ ഇതിന്റെ എല്ലാം പൊരുൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇനി സ്നാനപ്പെടണം. ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് യേശുവിനെ കർത്താവായ രക്ഷിതാവായി സ്വീകരിക്കുകയും നമ്മുടെ പാവങ്ങൾ ഏറ്റവും പറയുകയും ചെയ്യുന്നവര്. അപ്പൊ ബൈബിളിൽ മാർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ പറയണത് പോലെ നമ്മള് സ്നാനപ്പെടണമെന്നൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ പിന്നെ ഒരു വാക്കും കൂടി, യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങള് ദൈവത്തിൽ വിശ്വസിക്കാണ്ട് കൽപ്പന പ്രമാണിക്കാതിരുന്നാൽ നിങ്ങൾ കള്ളനാകുന്നു, ആ വചനം എന്നെ ശരിക്കും ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞു, മോളെ ഇവിടെ സ്നാനപ്പെടാൻ ഒരാളുള്ളൂ, അങ്ങനെ സ്നാനപ്പെടാൻ വേറെ വല്ലയിടത്തും പറഞ്ഞു, ഇല്ല
എന്നെ ഈ ദേശത്തു നിന്ന് ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ആ ദേശത്ത് ആദ്യമായിട്ട് എന്നെയാണ് ദൈവം വിളിച്ച് ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഈ ദേശത്ത് തന്നെ സ്ഥാനപ്പെടണം, ഈ ദേശത്ത് തന്നെ എന്തു സംഭവിച്ചാലും എനിക്ക് ഈ ദേശത്ത് തന്നെ സ്ഥാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനപ്പെടാനായിട്ട് 10 പേര് ദൈവം ഒരുക്കി. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയും സ്ഥാനപ്പെട്ടു. അമ്മ വചനമൊന്നും കേട്ടില്ലായിരുന്നു, അമ്മ സ്ഥാനപ്പെട്ടു. ഞങ്ങള് 10 പേര് ആ ദേശത്ത് കായലിൽ സ്ഥാനപ്പെടാനിടയായി തീർന്നു. ദൈവവചനം പറയുന്ന പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വചനമൊക്കെ എന്നെ വളരെ ടച്ച് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ ഞാൻ ചെറുപ്പം മുതൽ തന്നെ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നത് ആരാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. അപ്പോൾ അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 119 സങ്കീർത്തനം 71 വാക്യം പറയണത്, അവന്റെ ചട്ടങ്ങളിൽ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടത്തിലായത് അത് ഗുണമായി. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ എന്നെ വളരെയധികം ബലപ്പെടുത്തി. അപ്പോൾ ഈ ചട്ടങ്ങൾ നമ്മളെ പഠിക്കാൻ തക്കവണ്ണമാണ് നമുക്കത് ഗുണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വചനം വായിക്കുകയും പിന്നീട് കർത്താവെ എനിക്ക് വചനം പഠിക്കണം. പിന്നെ അപ്പൊ എനിക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാൻ എന്ത് ചെയ്യും, ഈ അഭിഷേകം പ്രാപിച്ചപ്പോൾ വീട്ടിൽ ഒരു മുറി കയറിയിരുന്ന് വാതിലടച്ചിട്ടിരുന്ന് ആരാധിക്കുമ്പോൾ വീട്ടില് അങ്ങടെ അമ്പലവും അമ്മയ്ക്കൊരു പൈസാഹിക ശക്തി ഉണ്ടായിരുന്നു. അമ്മ സ്ഥാനപ്പെട്ടെങ്കിലും ശരിക്കും വചനം കേൾക്കാതല്ലേ സ്ഥാനപ്പെട്ട. അപ്പോൾ ഈ അമ്മ ഞാനിങ്ങനെ ആരാധിക്കുമ്പോൾ അമ്മ ചുറ്റും നടന്നുകൊണ്ടെന്ന് ഭയങ്കര ഒച്ചയായി. പിന്നെ വീട്ടിലും അടുത്തുള്ളവരും ഒക്കെ പറഞ്ഞു, എടി ഇവള് ഒറ്റയ്ക്ക് ആരാധിക്കണെങ്കിൽ ഒരു 6 പേരുടെ ശബ്ദമെന്നും പറഞ്ഞ് ആങ്ങളമാരോട് പറഞ്ഞു. അവിടെ എനിക്ക് നിൽക്കാം. പിന്നെ അച്ഛനും കുടിച്ചു വന്നിട്ടാണെങ്കിൽ ഭയങ്കര ബഹളമായി. അപ്പൊ സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴും ഈ ചേട്ടന്റെ ബാങ്കിൽ ആരോ പറഞ്ഞു ഇങ്ങനെ അമ്മയും അമ്മകളും കൂടി അന്നൊക്കെ അവിടെ പറയണ സ്ഥാനപ്പെടുന്നല്ലോ മാർക്കം, ഇങ്ങനെ പറഞ്ഞു മാർക്കം കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കളിയാക്കലായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടൻ കുടിച്ചു വന്നുകൊണ്ട് രാത്രി ഇങ്ങോട്ട് വരികയാണ്, സന്ധ്യക്ക് വന്ന് വാതിൽ ചവിട്ടി പൊളിക്കാൻ വരികയാണ്. എന്നെ കൊല്ലാനും വേണ്ടി ഞാൻ കൊന്നുകളയോളെന്നും. പക്ഷെ ഒറ്റ ചവിട്ടാൻ വന്നപ്പോക്കും കാല് പൊക്കി ചവിട്ടാൻ വന്നപ്പോ ചേട്ടൻ വേഗം വെളിയിൽ പോയി തെറിച്ചു വീണ്. പുള്ളി അപ്പൊ വേറെ അങ്ങനെയൊക്കെ വളരെ എതിർപ്പുകളുണ്ടായി. ഞങ്ങൾക്ക് ദേശത്തുനിന്ന് എതിർപ്പുണ്ടായി. അപ്പൊ എന്റെ ആങ്ങളെ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ ഒരുത്തി കാരണം ഞങ്ങൾക്ക് ഇവിടെ നാണക്കേടായി, ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി, ഇവിടെ കൈ പിടിച്ച് ഇറക്കി, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോരാനൊന്നും വന്നില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് വളരെ കഷ്ടങ്ങൾ, വീട്ടിൽ നിന്നും എതിർപ്പായി, ഫുഡ് വരെ എനിക്ക് കിട്ടാതെയായി. അങ്ങനെ വളരെ വേദനകളുടെ സമയത്ത് പോയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വചനം പഠിക്കണം, എനിക്ക് അനേകരോട് വചനം പറയണം. പക്ഷെ അന്ന് മറിയാമ്മാന്റിനെയോ തമ്പിച്ചാനോ ഞാൻ അറിയില്ല. ഞാൻ അവിടെ മാത്രമല്ലേ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുള്ളൂ. അങ്ങനെ 3 വർഷത്തോളം എൻ്റെ വീട്ടിൽ വളരെ വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് നിന്ന് പോന്നുകൊണ്ടിരിക്കുമ്പോൾ 96 ഒരു ജനുവരി മാസം 3-ാം തീയതി വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ എന്നെ കർത്താവ് തട്ടി വിളിച്ചിട്ട് എന്നെ ചിങ്ങവനം എന്ന് എഴുതി കാണിക്കുകയാണ്. ചിങ്ങവനം എഴുതി കാണിച്ചിട്ട് ഞാൻ ആ ചിങ്ങവനത്ത് വന്നിട്ട് ഒരു ഗോവണി കൂടി കയറി മോളി കൂടി കയറി താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു പാട്ട് എനിക്ക് തരുകയാണ്, സിയോൺമണാളനെ ശാലിമ്യംപ്രിയനെ എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് പാടി ഞാൻ ലീഡ് ചെയ്യാണ്. അപ്പം മോളിന്ന് ഗോവണിന്ന് ഞാൻ താഴെ വന്നിറങ്ങി ഇങ്ങനെ പാട്ട് പാടി ലീഡ് ചെയ്യുമ്പോൾ ഒരു കുറെ സഹോദരിമാര് വെള്ള സാരിയെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇരിക്കണ ഭയങ്കര ആരാധന നടക്കുകയാണ്, ലീഡ് ചെയ്യണതായിട്ട് ഞാൻ കാണുകയാണ്. പക്ഷെ പാട്ട് ലീഡ് ചെയ്യണതും ഒക്കെ ഞാനാണ് ഇങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരിമാരിൽ ലേഡീസിന്റെ സഹോദരിമാർ അവിടെ ഒരു ലീലാമ്മ ഉണ്ടാക്കാൻ, ലീലാമ്മ എന്ന് പറഞ്ഞ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനോട് പറഞ്ഞു, എന്നെ ചിങ്ങവനം എഴുതി കാണിച്ചു, എനിക്ക് അവിടെ പോകണം, വചനം പഠിക്കാനാണോ ഇല്ലയെന്ന് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ചിങ്ങവനത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ലീലാമ്മാൻറ്റി ഉണ്ട്. അത് ലീലാമ്മാൻറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഒരു 39 വയസ്സായുള്ള ഒരു മഞ്ഞനായിട്ടിട്ട് ഒരു പുള്ളിക്കാരി നിന്നെ അവിടെ കാണും, ആ സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മറിയാമ്മാൻറ്റി ഈ വചനം പഠിക്കാൻ ഞങ്ങളുടെ വെളിരാജ്യത്ത് MD എടുക്കാനായിട്ട് വെളിരാജ്യത്ത് പോയേക്കായിരുന്നു. ആന്റി എന്നെ കണ്ടിട്ടില്ലായിരുന്നു, ആന്റിയോട് സംസാരിച്ചില്ല. ഈ സഹോദരി ഈ മുണ്ടക്കൈ ലീലാമ്മ ചേച്ചി പറവൂരുള്ള സെക്രട്ടറിയാണ്, പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്, അതും കൊണ്ട് ഒരു ഷോപ്പറിൽ 96 ഒരു 3-4 പാവാടയും ബ്ലൗസും ഇട്ട് പെറുക്കി ഇവിടെ വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഡ്രസ്സ് പ്രകാരം ആ ചേച്ചി എന്നെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ഈ
ചിങ്ങവനത്ത് വന്നു കഴിഞ്ഞപ്പോ ബദേസ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ തമ്പിച്ചാന്റെ ഒക്കെ വീട്ടിലാ കൊണ്ടുവന്ന് വിടുള്ളൂ. പക്ഷെ ഇത് ദൈവം നമ്മൾ ഒരു ദർശനോ അല്ലെങ്കിൽ വെളിപ്പാടോ സ്വപ്നോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരൻ എന്നെ താഴെ കൊണ്ടുപോയി അമ്മച്ചിമാര് അന്ന് താഴെ ലേഡീസ് ബൈ സ്കൂള് അവിടെ കൊണ്ടുപോയി നിൽക്കുമ്പോൾ കറക്റ്റ് ദൈവം എന്നെ കാണിച്ചെന്ന ഈ ലീലാമാന്റി അവിടെ നിൽക്കുവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി മഞ്ഞനായിട്ടിട്ടുണ്ട് ദൈവം അങ്ങനെ കറക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ എന്നോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കൊച്ചെ നീ ഇവിടുന്ന് വന്നല്ലേ? അതെ. എന്നോട് പറഞ്ഞ്, മോളെ ഇങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിക്കണം, അതുകൊണ്ട് നിനക്ക് ബുക്കും ഇതൊക്കെ വേണം. അപ്പം പറഞ്ഞു, എന്റെ ആന്റി എന്തെങ്കിലും പൈസ ഇല്ല, എന്റെ 150 രൂപയുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ റെഫ്യൂജി ഉണ്ട്, അമ്മച്ചിമാരെ വിധവമാരെ പ്രായമുള്ളവരെയൊക്കെ നോക്കണം. അവിടെ കയറിയുന്നുണ്ട് കർത്താവിനോട്, കർത്താവ് എന്നോട് കർത്താവ് ഇവിടെ വരാനാ പറഞ്ഞത്. എനിക്കറിയില്ല ബൈബിൾ കോളേജിൽ പഠിക്കാനാണ് എന്താണെന്ന്. ഞാനിവിടെ വന്നിട്ടുണ്ട്, ദൈവം എന്താന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ അന്ന് 24 പെൺപിള്ളേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായി. ആ പെൺപിള്ളേര് എനിക്ക് 10 രൂപ വെച്ച് എടുത്തിട്ട് 240 രൂപ അങ്ങനെ ഒരു വെള്ള സാരിയും ഒരു വെള്ള ബ്ലൗസ്. എന്നുവെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് അവരിറക്കി വിട്ടുകൊണ്ട് എനിക്ക് ഒരു പൈസ ഇല്ല. നമ്മുടെ സഭയിലാണെങ്കിൽ അധികം വിശ്വാസികളില്ല, കുറച്ച് പേരുള്ളൂ. ഞാനൊക്കെയാണ് ആദ്യത്തെ വിശ്വാസികൾ. അപ്പൊ പാസ്റ്ററും അവിടെ ഒരു വരുമാനവും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇവിടെ പഠിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ദൈവവചനം അങ്ങനെ 150 രൂപ പുസ്തകവും മേടിച്ച് പിന്നെ ഞങ്ങള് ഇവിടെ ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങള് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങള് വർക്കിന് വിടും ആന്റി, വീടുകളിലൊക്കെ സുവിശേഷം പറയാനായിട്ട്. അങ്ങനെ പോയി ദൈവം ഓരോ വീടുകൾ കാണിച്ചു തരും. അവരുടെ വീട്ടിൽ പോയി അവിടെയുള്ള അവസ്ഥകൾ എന്നെ കാണിക്കും, അവിടെ പ്രാർത്ഥിക്കും. അനേകര ആ 96-ല് അപ്പൊ അത് പറയണതിന് മുമ്പ് ആന്റി 2 മാസം കഴിഞ്ഞപ്പോ വന്നപ്പോ ആന്റി എന്നോട് ചോദിക്കുകയാണ്, എല്ലാ പെൺപിള്ളേരും, എന്നാൽ ഡിഗ്രിക്കുള്ള എല്ലാ പിള്ളേരും ഇവിടെ ഉണ്ട്, ഡിഗ്രി പഠിച്ചതും BA പഠിച്ചതും BSc പഠിച്ചതും എല്ലാ പിള്ളേരും ബൈബിൾ കോളേജ് ക്ലാസ്സിലുണ്ട്. പക്ഷേ ഈ 7ാം ക്ലാസ് പഠിച്ച എന്നോട് ആന്റി പറയുവാ, എന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല, കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ദൈവം കാണിച്ചത് അതേപോലെ തന്നെ ആന്റി എന്നോട് പറഞ്ഞു, കൊച്ചെ നിനക്ക് പാടാൻ അറിയാമോ? ഞാൻ പറയും, പാടും. നീ പാടണം, കൊയർ ലീഡ് ചെയ്യണം, പ്രെയർ ലീഡ് ചെയ്യണം, പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് നീ നിൽക്കണം, അവിടെ പിള്ളേര് നിനക്കെല്ലാം അരിഞ്ഞു തരണം. ഇതെല്ലാം ദൈവം എന്നോട് പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുകയാണ്. കണ്ടോ, അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അപ്പൊ എനിക്ക് സോപ്പോ വെളിച്ചെണ്ണ ഇതൊന്നും മേടിക്കാൻ കാശില്ല. പക്ഷെ ഞാൻ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതെന്റെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് വരെയും ദൈവം എന്നെ 28 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കർത്താവിന്റെ വേലയിലായിട്ട് അങ്ങനെ ദൈവം എന്റെ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി സുവിശേഷമൊക്കെ പറയുമ്പോൾ അനേക ജ്ഞാനായക്കാരാ, ഹിന്ദുക്കളാ എല്ലാം കർത്താവ് ഓരോ വീടുകൾ കാണിച്ചു തരും. അവര് എനിക്ക് ഒരേ വീട്ടിലേക്ക് ജ്ഞാനായ കത്തോലിക്കരായിരുന്നു അന്നൊക്കെ, വിശ്വാസത്തിലല്ല. അവരുടെയൊക്കെ വീട്ടിൽ ചിങ്ങവനം, പള്ളം, പാക്കില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവം എന്നെ കാണിച്ചു തന്നു. കാണിച്ചു തന്ന സ്ഥലങ്ങളിൽ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഏതൊക്കെ ഭവനത്തിൽ പോയി സുവിശേഷം പറഞ്ഞ് കാല് ചവിട്ടിയിട്ടുണ്ടോ, എല്ലാ ഭവനങ്ങളും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാനിടയായിട്ടെന്ന് ചിങ്ങവന ചർച്ചില് അനേക കുടുംബമായിട്ട് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. അതെന്റെ കഴിവല്ല, ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ദൈവവചനം പറയുന്ന പോലെ പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു അനുഭവമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ നമ്മൾക്ക് പറയുന്നത് പോലെയല്ല, അത് മറ്റുള്ളവർക്ക് അത് തോന്നും, പറയൂല. പക്ഷെ ഇന്ന് വരെ എന്നെ നിർത്തിയത് ആ അനുഭവമാണ്. എന്നോട് ഇന്നും അങ്ങനെ സംസാരിക്കുക. അങ്ങനെ ഞാൻ 97-ല് ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ് ആന്റി എന്നെ ഹൈ റേഞ്ചിലേക്കാണ് വിട്ടത്. ഹൈ റേഞ്ചിൽ കുഞ്ചിത്തണിയിൽ 4 വർഷം അവിടെ കർത്താവിന്റെ വേല ചെയ്തു. 2000-ല് എന്നോട് ആന്റി പറഞ്ഞു, ഞാൻ കൺവെൻഷൻ വന്നപ്പോ ആന്റി പറഞ്ഞു, കൊച്ചെ ഇവിടെ പ്രേയറിൽ ആളില്ല, നീ പ്രേയറിൽ ഇരിക്കണം. അങ്ങനെ 2005 വരെ, 2000-ൽ വന്നിട്ട് 2005 വരെയും പ്രേയറിൽ പ്രാർത്ഥിക്കും, വർക്കിന് പോകും. അങ്ങനെയും കുറെ പേരൊക്കെ കർത്താവിന്റെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. 2005-ലാണ് എന്റെ വിവാഹം കഴിയുന്നത്. അത് ഞാൻ എല്ലാ വർഷവും കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ 21 ദിവസം ഇരുന്ന് ഉപവസിക്കും. 21 ദിവസം ഉപവസിക്കും, അല്ലാതെ ഉപവസിക്കും. പക്ഷെ എനിക്ക് ആ സമയത്താണ് ആരും ഇല്ലാതെ ഒക്കെ ആകുമ്പോഴാണ് ഉപവസിക്കുന്നത്. അങ്ങനെ 2005-ല് ഫെബ്രുവരി 1-ാം തീയതി ഞാൻ ഉപവസിക്കാനിരുന്നു. 20 ദിവസവും കർത്താവിന്റെ കൃപയാൽ വെളിയിലേക്ക് എന്നെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിളിക്കുമായിരുന്നു, ശുശ്രൂഷയ്ക്ക് വിളിക്കും, അങ്ങനെ പോകും. 18-ാമത്തെ ദിവസം എന്നെ ഒരു കാഴ്ച ദൈവം കാണിക്കുവാണ്.
ഒരു ബോട്ടാണ്. ആ ഒരു ബോട്ടിൽ ഞാനും ഉണ്ട്, ഒരു പൊക്കമുള്ള ആളുണ്ട്, എന്റെ കൂടെ പഠിച്ചൊരു ഷീല എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മുടെ തമ്പിച്ചാന്റെ മോൻ ബിജു ഉണ്ട്, ബിജാനും ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ബോട്ടിൽ പോയിട്ട് ഇടയ്ക്ക് വെച്ച് അവർ ഇവിടെ ഇറങ്ങി പോണതായിട്ട് കാണുകയാണ്. പിന്നെ പോയി കാണുന്നത് ഞങ്ങൾ 2 പേരും കൂടിയാണ്. പക്ഷെ ആ സ്ഥലത്ത് ബോട്ടിൽ ചെന്ന് എത്തിക്കഴിഞ്ഞിട്ട് ആ റോഡിലോട്ട് ഇറങ്ങുമ്പോ എല്ലാവരും ഇങ്ങനെ അശുദ്ധിയായിട്ട് ഇങ്ങനെ ഒരു അപ്പിടണ ഒരു റോഡ് സൈഡിലല്ല അങ്ങനെ കാണുകയാണ്. പക്ഷെ അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് കയറുന്നത് ഒരേ റൂം, ബാത്റൂം ഇല്ല, കുളിമുറി ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലം, ഒറ്റൊരു റൂം. അപ്പൊ ഞാൻ ഈ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ കാണുകയാണ്. കർത്താവിനോട് ഞാൻ ചോദിക്കുകയാണ്, കർത്താവേ, ഇത് ഒരു വീടാണെങ്കിൽ ഒരു ബാത്റൂം ഇല്ല, കുളിമുറി ഇല്ല, അടുക്കളയില്ല, ഒന്നുമില്ല. ഇവിടെ കർത്താവ് എന്നോട് ചോദിക്കുന്നു, ഇവിടെ നീ നിക്കോ? ഞാൻ ചോദിച്ചു, ഞാൻ നിൽക്കും. ആ ഒരു വാക്ക് എന്നെ വളരെ ബലപ്പെടുത്തി. കറക്റ്റ് അതുപോലെ തന്നെ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്, തമ്പിച്ചാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ വന്നിട്ട് അവർക്ക് സങ്കടമായിപ്പോയി, ഇതെന്തോ ഇങ്ങനെ. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ കിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ കോലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് സാജിനി ആദ്യം ഞങ്ങൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മാള എന്ന് പറയും, അവിടെ അടുത്ത് തന്നെ ഒരു 2-3 കിലോമീറ്റർ അകലെയാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയാണ്, അത്രയാണ് അപ്പൊ ശരിയായിട്ടും കല്യാണം ഈ 2005 എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാണെന്ന്. അപ്പൊ പലരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യത്തിൽ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഒത്തിരി 10-35 വയസ്സൊക്കെ ആയ. അപ്പൊ എനിക്ക് കല്യാണം വേണ്ടാതെ കർത്താവിന്റെ വേല. പക്ഷെ എനിക്ക് നോർത്ത് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി പറയണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, കേരളം നല്ല സുഖ സൗകര്യങ്ങളാണ്, എവിടെ പോയാലും പ്രാർത്ഥിച്ചാലും നമുക്ക് എങ്ങനെയല്ല. അന്നത്തെ കാലത്ത് തന്നെ എനിക്ക് 96-97 500-1000 രൂപയൊക്കെ കിട്ടും. അങ്ങനെ ഇഷ്ടംപോലെ പൈസ കിട്ടി. ഞാൻ അനേകരെ കർത്താവില് സഹായിക്കാൻ എന്റെ കൃപയാൽ എനിക്ക് ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് ഞാൻ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് അതുപോലെ ഞാൻ അനേകരെ സഹായിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി. അപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യ ഹിന്ദി അറിയണം, ഹിന്ദി ഒന്നും ഒരു വാക്ക് പോലും അറിയില്ല. പക്ഷെ എനിക്ക് നോർത്ത് ഇന്ത്യ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഇതൊന്നും ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടില്ല, മറിയാമ്മ ആന്റിയോട് പറഞ്ഞിട്ടില്ല. 2005 ഞാൻ ഈ ഉപവാസം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ബൈബിൾ കോളേജിലെ സഹോദരന്മാരാണ്, ആന്റിക്ക് കല്യാണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണോ? ഞാൻ എങ്ങനെയാണ്, ഞാൻ ചെറുക്കനൊന്നും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ആന്റിയും തമ്പിച്ചാനും കൂടി എനിക്ക് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ എന്റെ മറ്റു ആ പുള്ളിനെ കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്ത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആന്റി ഫിക്സ് ചെയ്യണത് മഹാരാഷ്ട്രയിൽ അച്ഛനെ ഈ ബോംബെയിൽ ജനിച്ചു വളർന്നാണ്. അപ്പൊ അതുകൊണ്ട് മലയാളിയാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. പക്ഷെ അവര് മഹാരാഷ്ട്രയിൽ ജനിച്ചോളം ഫിലിമിലായിരുന്നു, ബോളിവുഡ് ഹിന്ദി ഫിലിമിലായിരുന്നു. അങ്ങനെ പുള്ളി ഷൂട്ടിങ്ങിന് വന്നാണ് ചങ്ങനാശ്ശേരിയിൽ. അപ്പൊ അവിടെ വന്നപ്പോ അവിടുത്തെ ഒരു ഹോട്ടലിലെ മാനേജർ, ഹോട്ടൽ നടത്തുന്ന രാഴ്ച എന്ന് പറയാം, ആച്ചാൻ സുവിശേഷം പറഞ്ഞ, അവര് റോമൻ കാത്തലിക്കാണ്. അങ്ങനെ സുവിശേഷം പറഞ്ഞാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ആന്റി പറഞ്ഞു, ഇതിന് മലയാളം എഴുതാനും വായിക്കാനും. അങ്ങനെ ഗോവയ്ക്ക് അവിടെ BTHന്റെ 4 വർഷം പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് 2005 അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയാണ് ആന്റിയും തപ്പിച്ചാനും കൂടി. അങ്ങനെ 2005. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് ഒരു കാര്യമുണ്ട്, ഏപ്രിൽ ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. അങ്ങനെ ഏപ്രിൽ 5-ാം തീയതിയാണ് എന്റെ കല്യാണം നടക്കണം. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അത് ആന്റി തന്നെ ഫിക്സ് ചെയ്തു. ഞാൻ ആന്റിയായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങള് പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. അങ്ങനെ ഏപ്രിൽ 5-ാം തീയതി എന്റെ വിവാഹം നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി ഇങ്ങനെ വിവാഹം നടക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ചെറുക്കനൊന്നും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആന്റി പറഞ്ഞു, അതൊന്നും സാരില്ല, തമ്പിച്ചാനും എന്നോട് പറഞ്ഞ് അങ്ങനെ വിവാഹം ഉറപ്പിച്ച് ഈ ഏപ്രിൽ 5-ാം തീയതി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആ പിറ്റേ തിങ്കളാഴ്ച 10-ാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഞങ്ങൾ കോലാപ്പൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയാണ് അവിടെ വേല തുടങ്ങിയത്. അങ്ങനെ ആ വേല 1 വർഷം വരെയും വേല ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 2006 ഇവിടെ വന്ന് കൺവെൻഷൻ 1 വർഷം കഴിഞ്ഞാണ് ആന്റി. അപ്പൊ പിറ്റേ ആഴ്ച തന്നെ എന്നെ ആന്റി വിട്ടതുകൊണ്ട് ആന്റിയാണ് കല്യാണം ആലോചിച്ച് ആന്റി തന്നെ ഇവിടെ ചിങ്ങവനത്ത് തന്നെ കല്യാണം നടത്തി. എൻ്റെ അപ്പനും അമ്മയും അപ്പന്റെ അമ്മയുടെയും സ്നേഹം കിട്ടിയത് സത്യത്തിൽ ഇവിടെ വന്നേ പിന്നെയാണ്. ആന്റിയുടെയും തപ്പിച്ചാൻ അവരെന്നെ സ്വന്തം മോളെ പോലെ തന്നെ നോക്കി, വളരെ സ്നേഹത്തിൽ. അവരുടെ പിള്ളേരും അയച്ചാനാണെങ്കിൽ എല്ലാവരും നല്ല സ്നേഹത്തിൽ, സഹോദരന്റെ സ്നേഹവും എല്ലാവരുടെയും സ്നേഹം കിട്ടിയത് സത്യത്തിൽ എനിക്ക് ഇവിടെ വന്നാണ്. ദൈവത്തിന് അതിലുപരിയായിട്ട് എൻ്റെ നാടിനെ, ഞാൻ ജനിച്ചു വളർന്ന നാടിനേലും ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നത് ചിങ്ങവനം തന്നെയാണ്. അനേക ഒരു ആത്മീയ ആ മക്കളോടുള്ള സന്തോഷം വളരെ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും പറയും, അവിടത്തെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇവിടെയാണ്. കൂട്ടായ്മയും എല്ലാം ഉണ്ട്.
അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആണ് പോയത്. കോലാപ്പൂര് പോയി 1 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഞാനിവിടെ കൺവെൻഷന് വന്നപ്പോ അച്ചായൻ പോയി. ഞാനിവിടെ ആന്റി എന്നോട് പറഞ്ഞു, കൊച്ചെ നീ ഇവിടെ നിന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അങ്ങനെ ഇവിടെ നിർത്തി. അപ്പോൾ ഈ തെരുവിൽ ഇങ്ങനെ ഈ മെന്റലി ഒരു പെൺകൊച്ചിനെ, ഒരു 10-20 വയസ്സൊക്കെ ഉണ്ട് ആ കൊച്ചിന്. ആ കൊച്ചിനെ ഇങ്ങനെ മെന്റൽ ആയിട്ടുള്ള ഒരു കൊച്ചിങ്ങനെ വഴി കൂടി പോകുമ്പോൾ ജടയൊക്കെ പിടിച്ചത്, അതിനെ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അവിടുത്തെ വിശ്വാസികള്, കൊല്ലാപ്പൂരിലുള്ള വിശ്വാസികൾ പിടിച്ചു കൊണ്ടുവന്ന് അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഭാര്യ ഇവിടെ ഇല്ല, അവള് കേരളത്തിലാണ്. അത് അപ്പൊ തമ്പിച്ചാനാണ് അത് പ്രാർത്ഥിച്ച് ആ പെൺകൊച്ചിനെ അവിടെ വിശ്വാസികളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം, അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രവർത്തനം തുടങ്ങി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വേറൊരു എയ്ഡ്സ് പിടിച്ചൊരു പുള്ളിക്കാരി മരിക്കാൻ പോണ അവരെയും അച്ഛൻ ഇങ്ങനെ അവിടെ ഞങ്ങൾ പ്രവർത്തനം ഉണ്ടെങ്കിലും അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ പോകും. ഇങ്ങനെ അവിടെ പോയി രോഗികളെയൊക്കെ ശുശ്രൂഷിക്കും, അവരെ കുളിപ്പിക്കും, ആരുമില്ലാത്തവർക്കും വല്ല ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം പുള്ളിക്ക് നേരത്തെ ഉണ്ട്. ഗോവയിൽ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കും ഇവിടെ ആണെങ്കിൽ അമ്മച്ചിമാരെല്ലാം നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പ്രായമുള്ളവരൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊച്ചിനെ കൊണ്ടുവന്നത്. അവിടെ അങ്ങനെ കുറെ 2-3-4 പേര്, 2 ഏഴ്സ്, അപ്പനൊക്കെ ഏഴ്സായിട്ടുള്ള പിള്ളേരെ ഞങ്ങളുടെ കയ്യിലും കൊണ്ടുവന്ന് തന്നു. അങ്ങനെയാണ് അവിടെ വേറൊരു പ്രവർത്തനം തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല ഈ രണ്ടും കൂടി. അങ്ങനെ ഞങ്ങള് ഈ സഭ ബിച്ചാനോട് പറഞ്ഞ, അച്ഛാ ബിച്ചാന ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് സഭ. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മെന്റലി ആൾക്കാരാ, റോഡിൽ കിടക്കണ ആരും ഇല്ലാത്തവരാ, അങ്ങനെ അത് കൊണ്ടുവന്ന് 1 വർഷത്തോളം ആയി കഴിഞ്ഞപ്പോ ഒരു 10-12 പേരൊക്കെ ആയി. അപ്പൊ ഞങ്ങക്ക് സപ്പോർട്ടും ഇല്ല. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടു. ആരും നമുക്ക് സഹായിക്കാനില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കൂട്ടര് വന്നിട്ട് ഞങ്ങൾക്ക് അരി കണ്ടു കഴിഞ്ഞപ്പോ അരിയൊക്കെ മേടിച്ചു തരാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന അവർക്ക് ഒരു റൂമല്ലേ ഉള്ളൂ, ബാത്റൂം ഇല്ല. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലം നോക്കാൻ പോയി. അങ്ങനെ ആ സ്ഥലം നോക്കാൻ പോയപ്പോ ഈ 2-3 പേരെയും കൊണ്ട് പോയി. അപ്പൊ ഒരു പോലീസ് ഇൻസ്പെക്ടർ വരെയാണ്, ഒരു കാര്യമില്ല, അത് ദൈവത്താൽ സംഭവിച്ചു അങ്ങനെ പറയും. അങ്ങനെ ആ ഇൻസ്പെക്ടർ ഒന്നോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇങ്ങനെ നിക്കണേന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഇങ്ങനെ മറാഠിയല്ലേ, അവിടെ ജനിച്ചു വളർന്നതായതുകൊണ്ട് മറാഠി ശരിക്കും അറിയാം, ഹിന്ദി എല്ലാം അറിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പത്രക്കാരോടും TV-ക്കാരോടെല്ലാം പറഞ്ഞ്, അങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങളാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു ഈ പ്രവർത്തനം ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ ഈ സന്ധ്യയായപ്പോ പത്രക്കാരും TV-ക്കാരും ഒക്കെ വരികയാണ് വീട്ടിൽ. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞടി അവിടെ എന്നെ പോലീസും. അപ്പൊ ഞങ്ങള് പേടിച്ചു പോയി, ഇത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ആരും നമ്മളിപ്പോ ഡെവലപ്പ് ആവാൻ ചെയ്തതല്ല, ആരും അറിയാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ എനിക്കും ഇഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്, ആരും ഇല്ലാത്തവരെ നമ്മൾ നോക്കാം. അങ്ങനെ അതിൽ 2 പെൺപിള്ളേരും, ഒരു പെണ്ണ് രക്ഷിക്കപ്പെട്ട്. നമുക്ക് അവിടെ ഹിന്ദുക്കളെ ഒന്നും ക്രിസ്ത്യാനിയാക്കാൻ പറ്റത്തില്ല, എന്നാലും ഞങ്ങള് സുവിശേഷവും പറയും, പാട്ടും പാടും, എല്ലാവരും വിളിച്ചിട്ട് പാട്ടും ആരാധിക്കുകയൊക്കെ ചെയ്യും. സ്ഥാനപ്പെടുത്താൻ ഒന്നും അവിടെ പറ്റില്ല, അവിടെ അവർ കൊന്നുകളയും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ അവര് TV-ക്കാര് പത്രത്തിലും TV-യിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പത്രക്കാരും TV-ക്കാരും എല്ലാ TV-കളിലും ലോക്മത്ത്, ഇന്ത്യ TV, അങ്ങനെ അവിടെയുള്ള ചാനൽ എല്ലാത്തിലും നമ്മുടെ ഇത്. അപ്പൊ അവര് സന്ധ്യ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞ്, ഷൂട്ട് ചെയ്യണ ആൾക്കാർ വരാമെന്ന് പറഞ്ഞ്, സന്ധ്യ ആയതുകൊണ്ട്. അപ്പൊ ഇവര് 10-12 പേരുണ്ട്, അവരങ്ങനെ മിറ്റടിക്കണതും പാത്രം കഴുകണം എല്ലാം എടുത്ത് നല്ല ഭംഗിയായിട്ട് അവരെടുത്ത് അവര് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു ചപ്പാത്തി ഇനിയാണെങ്കിൽ ഇവർക്ക് കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പാത്രങ്ങളൊന്നുമില്ല, 4 പാത്രമുള്ളൂ. 4 പാത്രത്തിൽ ആദ്യം അവർക്ക് കൊടുക്കും, പിന്നെ കൊടുക്കും, പിന്നെ ഇങ്ങനെ കൊടുത്താണ് ലാസ്റ്റാണ് ഞങ്ങൾ കഴിക്കണം. ഈ ഒറ്റ ഒരു റൂമില് ബാത്റൂമില്ല, കുളിമുറിയില്ല. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 22 ഏക്കർ ഉണ്ട്. അവിടെ ഞങ്ങള് ഇങ്ങനെ പോവും, വെളിയിൽ ഞങ്ങള് ഇതിനൊക്കെ പോണത് വെളിയിലാണ്, വെള്ളോട്ട് പോകും. അങ്ങനെയാണ് 4 വർഷത്തോളം അവിടെ അങ്ങനെ പോയി. കരിമ്പും കടക്കെ ആയതുകൊണ്ട് ആരും കാണൂല. താമസിച്ചു അവിടെ ജോലിക്കാർ മാത്രമൊക്കെ ഉള്ളു അവിടെ, അവരുടെ ഓണർ അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുസ്ലിം ഇപ്പൊ ഞങ്ങളുടെ TV-യിലും പത്രത്തിലൊക്കെ വന്നപ്പോ ഭയങ്കരമായിട്ട് അവര് TV-ക്കാരും പത്രക്കാരും നല്ലോണം ഇട്ട്, നിങ്ങളൊരു അങ്ങനെ ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ. അപ്പൊ ഞാൻ അച്ഛനോട്, അച്ഛാ 2 കുടം മേടിക്കണേ, നിങ്ങൾ വെള്ളം കൊണ്ടുവരുമ്പോ ഞാൻ വെള്ളം നിറച്ചു കൊടുക്കും, വെള്ളം കൊണ്ടുവരുമ്പോ വെള്ളം താഴെ പോകും. അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര കഷ്ടപ്പെട്ടു. അവിടെ വിറകൊക്കെ പെറുക്കിയാണ് ഞാൻ കത്തിച്ചു. അങ്ങനെയൊക്കെ ഗ്യാസ് നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട്
അങ്ങനെ അച്ഛൻ 2 കോഴീനെ മേടിച്ചു. ആരോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു 500 കൊടുത്ത 2 കോഴി. ആ കോഴീനെ വളർത്തി നമ്മൾ എവിടെ പോയാലും 4 കാലിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ കോഴീനെ വളർത്തി ആ കോഴിമുട്ടയും കോഴീനെയും വിറ്റുമൊക്കെ ഞാൻ ഇവരെ നോക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ മനുഷ്യൻ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ എന്നോട് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ദൈവം എന്നോട്, നീ അവിടെ നിൽക്കും, ഇത്രയും കഷ്ടപ്പാടൊക്കെ ഞാൻ അവിടെ നിൽക്കുമെന്ന് ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്തു. അതാണ് ദൈവം അതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവര് വിട്ടുപോകുമെന്നൊക്കെ എന്നോട് ദൈവം കാണിച്ചത് കൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് അവിടെ നിൽക്കാനായിട്ട് ദൈവം ഇടയാക്കിയത്. അങ്ങനെ ഭയങ്കര ഡെവലപ്പായി. അവിടെ ആ ടിവിയിലും പത്രത്തിലും വന്ന പത്രക്കാരും ടിവിക്കാരും എല്ലാവരും വന്ന് ഷൂട്ട് ചെയ്ത്. പിന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും നല്ല, ഞാൻ ചുരുക്കി പറയാണ്, ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായിട്ട് മാറാൻ ഒരു മെഡിസിനോ, ഈ മെന്റലി ആൾക്കാരെ ജട പിടിച്ചും എല്ലാം വരുന്നവരെ മുടി വെട്ടി തരും, ഞാൻ കുളിപ്പിക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അവർ 2-3 മാസം വരെ ഭയങ്കര പാടാണ്. അവര് 2 കാര്യം വീട്ടിൽ തന്നെ സാധിക്കും. ബാത്റൂമിൽ ഇപ്പോൾ എല്ലാം ബാത്റൂമില്ലാത്ത അവിടെ എല്ലാം ആകും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു മുസ്ലിം എന്നുള്ള ഒരു പുള്ളിക്കാരി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അവര് വികലാംഗരാണ്, അവരുടെ വികലാംഗരുടെ ആശ്രമം നടത്തിയാണ്. അവിടെ ആ ആശ്രമം നടത്തണ അവര് എന്നോട് പറഞ്ഞു, അല്ല അച്ഛനോട് പറഞ്ഞ്, ഞങ്ങളൊരു പേഷ്യന്റ് ഉണ്ട് കോണ്ടാക്ട് എന്ന് വെച്ചു, വികലാംഗരുടെ തന്നെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല, അവൾ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് എല്ലാവരെയും നോക്കാനും കൂടി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ അവരൊരു ദിവസം മിണ്ടാതെ വരികയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ റൂമിൽ വെള്ളം വീഴുന്നുണ്ട്, ഞാനിങ്ങനെ വെള്ളം കോരിക്കൊണ്ട് അവരാണ് ഞങ്ങൾക്ക്, അച്ഛനോട് പറഞ്ഞവർക്ക് ഭയങ്കര സങ്കടമായി പോയി. മുസ്ലിം പുള്ളിക്കാരി അവരെന്നോട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ മാറ്റൊരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം നോക്ക്, ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പെൻഷൻ, വികലാംഗ പെൻഷൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവര് ഞങ്ങൾക്ക് സ്ഥലം മേടിച്ച് 5 സെന്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ 10 സെന്റായി. ആ 10 സെന്റ് സ്ഥലവും മേടിച്ചെന്ന് അവര് വേറൊരു കൂട്ടുകാരോട് പറഞ്ഞ് 2 ലക്ഷം രൂപ അങ്ങനെ ആരംഭിച്ച് അവിടെ ഞങ്ങൾക്ക് ഒരു ബിൽഡിംഗ്. അപ്പൊ ഈ 3500 സ്ക്വയർ ഫീറ്റിൽ അച്ഛൻ ഈ ഫൗണ്ടേഷൻ കെട്ടിയാണ്. 1.5 ലക്ഷം രൂപയോളം അത് തീർന്നു. പിന്നെ 50,000, പിന്നെ വേഗം തന്നെ ഒരു 3 മുറി എടുത്തിട്ട് ഞങ്ങൾ ആസ്പെറ്റോസ് അങ്ങനെ ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി വെള്ളം വീഴുന്നോണ്ട്. അങ്ങനെ അവിടെ ആരംഭിച്ച് ഇന്ന് മഹാരാഷ്ട്രയിൽ ഏറ്റവും നല്ല സോഷ്യൽ വർക്കറിനുള്ള മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ 2010 ഏറ്റവും നല്ല സോഷ്യൽ. ഞങ്ങൾ ആർക്കും ഒരു മഹത്വം ചെയ്യാനോ അല്ലെങ്കിൽ ആരും അറിയാനോ ചെയ്തതല്ല, അതെല്ലാം ദൈവത്താൽ സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ വേലയില്ല. പിന്നെ എനിക്കാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പിള്ളേര് ഇല്ല. ഞാനും അച്ഛനോട്. അപ്പൊ എന്നോട് കല്യാണത്തിന് മുമ്പേ അപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കും, വചന അങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു എന്തോ മക്കളെ തരത്തില്ല എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതെന്താന്ന് എനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല. എന്നാ വേറെ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ നോക്കിയിട്ട് യാതൊരു കുഴപ്പവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്കറിയില്ല. അപ്പൊ അനേക ഈ മക്കളെ, ആത്മീയ മക്കളെ ഇങ്ങനെ നോക്കാനോ ഈ തെരുവിൽ കിടക്കണവരെ നോക്കാൻ ആയിരിക്കും ദൈവം നമ്മൾക്ക് ഒരു ഭാഗ്യം തന്നിങ്ങനെ. അങ്ങനെ ഇങ്ങനെ ഈ എല്ലാവരെയും തെരുവിൽ കിടക്കണവരെയൊക്കെ എടുത്ത് നോക്കി അതില് 5 പെൺപിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു പെണ്ണ്, 2 പേര് ജോലിക്ക് കയറി, ഒരു BEd കാരി, അവളെ ഞങ്ങളുടെ എന്റെ ഒരു ഭർത്താവിന്റെ മമ്മിയുടെ ആങ്ങളുടെ മോൻ, അച്ഛൻ്റെ മമ്മിയുടെ ആങ്ങളുടെ മോൻ ഒരു അച്ഛനാണ്. അവര് കൊണ്ടുപോയി 2 പേഷ്യന്റിനെ അവര് കൊണ്ടുപോയി, അവര് തുടങ്ങി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കണ്ട്. അങ്ങനെ അങ്ങനെ അവിടെ കൊണ്ടുപോയി പ്രവർത്തനം. അവര് സ്കൂളിലെ ടീച്ചറായി, BEd കാരി, ഞങ്ങൾക്ക് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടിയവരെ ഈ ആദ്യം കൊണ്ടുവന്ന ആ പെൺകൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് 2 ആൺപിള്ളേരുണ്ട്, അവര് വീട്ടിൽ വരും. അങ്ങനെ പിന്നെ കുറെ പേര് വേറെ 2-3 പെൺപിള്ളേരെയൊക്കെ ദൂരെയാണ് കെട്ടിച്ച, അവര് വരാറില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ സാക്ഷ്യം. അപ്പൊ എനിക്ക് ഈ കാര്യം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, സുശേഷ വേല ചെയ്യണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയും ജീവിതത്തിൽ ആഞ്ഞടിച്ച് അവിടെയൊക്കെയും എന്നെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ദേശത്തുനിന്നുണ്ടായി. പിന്നെ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചെടുത്ത് ഞങ്ങളുടെ വഴി ബ്ലോക്ക് ചെയ്ത്, അവിടെയൊക്കെ എന്താ വെച്ചാല് ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ നടക്കണ വഴി, ഞങ്ങളുടെ ആംബുലൻസ് കയറ്റത്തില്ല. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് ഒരു 3500, ഞാൻ പറഞ്ഞില്ലേ 3 റൂമാണ് എടുത്തിരുന്നത്, ഒരു ഹോള് പോലെ, അടുക്കളയൊന്നുമില്ലായിരുന്നു. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ BJP-കാരാണ് വന്ന് ഞങ്ങൾക്ക് ഓരോ റൂമുകൾ പിന്നെ പണിയാൻ അവര് തന്നെ എല്ലാ പണികളും തീർത്ത് തന്നു. വീടിന്റെ പണി തീർത്ത്, വീട്ടിലുള്ള സാധനങ്ങൾ തന്നു. അങ്ങനെ എല്ലാം, ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും. ഇന്ന് ആ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ദൈവം നമ്മളോട് ദൈവം പറഞ്ഞാൽ നമ്മൾ പോകാം, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് പോയാലുണ്ടല്ലോ തീർച്ചയായിട്ടും
അത് നമ്മൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയണത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, മഹത്വം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ആരും നമ്മളെ സഹായിച്ചു എന്ന് പറയാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരും അവര് സഹായി, എൻ്റെ ഭർത്താവിൻ്റെ വീട്, അങ്ങനെ ആർക്കും ദൈവം മഹത്വം കൊടുക്കാതെ മഹത്വം മൊത്തം കർത്താവിന് കൊടുത്തു ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് ഈ അവാർഡൊക്കെ തരുമ്പോഴുണ്ടല്ലോ, ഈ BJP-ക്കാര് സത്യം പറഞ്ഞാൽ നമുക്ക് ബൈബിളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ അവര് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയണ നിങ്ങളുടെ ജീസസിന് മാത്രം വെച്ചാൽ ഈ മെന്റലി ആൾക്കാരാ 25 വർഷം 30 വർഷം ഒക്കെ ഈ മെന്റലി ആയിട്ട് റോഡിൽ നടന്ന് തുണിയില്ലാതെ നഗ്നമായിട്ട് നടന്നവരെയൊക്കെയാണ് ഞങ്ങള് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം കൊണ്ടുവന്ന് വെട്ടി. അത് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ, അല്ല ഫേസ്ബുക്കിൽ നോക്കിയാലേ, മാത്യു ആന്റണി നവജീവൻ സോഷ്യൽ വെൽഫെയർ ചാരിറ്റി എന്ന് പറഞ്ഞ് അതിലടിച്ചാൽ, ഫേസ്ബുക്ക് അടിച്ചാൽ തീർച്ചയായിട്ടും അതിലെ എല്ലാ സാക്ഷ്യങ്ങളും അതിന്റെ ഇതിന്റെ ഡീറ്റെയിലും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങള് ഇന്നും ഞങ്ങൾ അവിടെ, എന്നാലും അച്ഛനൊക്കെ പോയി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അവിടെ വേറെ മുസ്ലിങ്ങളിൽ നിന്ന് വന്ന വിശ്വാസത്തിൽ വന്ന പാസ്റ്ററൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ കൂടെ പോയി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പിന്നെ 2020 ഈ കൊറോണ വന്നപ്പോ നമ്മുടെ പേഷ്യന്റിനെ അങ്ങോട്ട് ആൾക്കാർ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഭയങ്കര തടസ്സം വന്നു. പിന്നെ ഈ ഞങ്ങള് ജോലിയുള്ളവർ പോയി കല്യാണം കഴിച്ചു വിട്ടവർ. അപ്പൊ പിന്നീട് എനിക്ക് സുഖമില്ലാതെ വന്നു. എനിക്ക് ശരീരത്തിൽ വളരെ, ഇവരെല്ലാം നോക്കണത്, ഫുഡ് ഉണ്ടാക്കണം, ഇവരെ കുളിപ്പിക്കണത് എല്ലാം തന്നെ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛന് പെണ്ണുങ്ങളായതുകൊണ്ട് അങ്ങനെ, പിന്നെ ആണുങ്ങളെ ഞങ്ങൾ എടുക്കാണ്ടായി. വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആണുങ്ങളെയും കൂടി എടുത്താൽ എനിക്ക് പറ്റാതെ വന്നപ്പോ ആണുങ്ങളെ നമ്മൾ വേറെ ആശ്രമത്തിലേക്കാക്കി 2020 വരെ ഈ പ്രവർത്തനം ചെയ്യാനിടയാക്കി. അതിന് ശേഷം അച്ഛൻ അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ പഠിക്കാൻ പോയി. അങ്ങനെയൊക്കെ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് അപ്പൊ എനിക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ. അപ്പൊ ഇപ്പൊ ആ 2020 കൊറോണ വന്നു കഴിഞ്ഞപ്പോ ഈ പേഷ്യന്റിനെയൊക്കെ എടുക്കാതായപ്പോ ഞങ്ങളുടെ വീട്ടിൽ ആരും കൊണ്ടുപോകാത്തൊരു 3 പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇല്ല, ഞാനിവിടെ കേരളത്തിലായിരുന്നു. അങ്ങനെ വന്ന് സുഖമില്ലാതുകൊണ്ട് യൂട്രസ് എടുത്തു കളയണമെന്ന് പറഞ്ഞ് വന്നപ്പോ അത് പറ്റിയില്ല. പക്ഷെ അതും പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യമാക്കി. ഒരു കുഴപ്പമില്ലാതെ ഇതുവരെയും ദൈവം നടത്തി. ഓപ്പറേഷൻ ചെയ്തുമില്ല. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം അത്ഭുതം ചെയ്ത്. എനിക്ക് ഭയങ്കര കർത്താവിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെയും ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അങ്ങനെ പിന്നെ അതിനുശേഷം ഇപ്പൊ ആ പേഷ്യന്റിനെയൊക്കെ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഈ 3 പേരെ അവിടെ ആക്കി. അപ്പൊ കർത്താവ് എന്നോട് ഇവിടെ വന്നപ്പോ എന്നോട് നിന്നെ ഒരു വേദനയുടെ അവസ്ഥകളിൽ കൂടി ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് എന്നെ ഇവിടെ നാട്ടിൽ വേദന ഈ രോഗത്താൽ കൊണ്ടുവന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് അവിടെ എല്ലാം ദൈവം നിർത്തിയത് ഈ ദൈവത്തിന്റെ വചനവും ഈ വാക്തത്വവും. ദൈവം എന്നോട് സംസാരിക്കും എപ്പോഴും ഇങ്ങനെ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഓരോ വചനങ്ങൾ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. വെച്ചാൽ എന്റെ ജീവിതത്തില് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ആരോടൊന്നും പറയില്ല. എന്ന് വെച്ചാൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ കർത്താവ് എന്നോട് സംസാരിക്കും. എൻ്റെ കൂടുതലും എൻ്റെ പ്രാർത്ഥന മൊത്തം രാത്രിയാണ്. ഏകാന്തര ഇരുന്ന് രാത്രി കാലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് സംസാരിക്കും. അതുകൊണ്ടാണ് ഇതുവരെയും എന്നെ നിർത്തിയത്. പിന്നെ ഇപ്പൊ 2020 ഇത് നിർത്തിയല്ല. പിന്നെ ഞങ്ങള് അപ്പൊ അച്ഛന് അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ പഠിച്ചു. ഡോക്ടറായിട്ട് പല സ്ഥലങ്ങളിൽ ഇരുന്നു. ഹോമിയോ ഡോക്ടർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സ്ട്രോക്ക് വന്നു. അപ്പൊ മനസ്സിലായി പുള്ളി ഇതിന് മുന്നോട്ട് പോയാ ഇതാകും. പക്ഷെ കർത്താവിന്റെ വേല ചെയ്യാൻ അപ്പൊ എന്നെ ദൈവം ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു. ഇങ്ങനെ എന്നോട് കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ പോയി ചെരുപ്പ് മേടിക്കുകയാണ്. ചെരുപ്പ് മേടിച്ചപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കുറെ ചെരുപ്പ് ഉണ്ടല്ലോ വീട്ടില്. അപ്പൊ എന്നോട് പറയാ ഒരു പുതിയ ചെരുപ്പ് എനിക്ക് വേണം. പെട്ടെന്ന് കർത്താവ് എന്നോട് പറയാണ് ഈ സമാധാനത്തിനായുള്ള കാലിന് ചെരുപ്പ്, ഈ ചെരുപ്പ് സുവിശേഷത്തെ കാണിക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അച്ഛൻ എവിടെയെങ്കിലും ക്ലിനിക്ക് ഇട്ടിരിക്കുമ്പോഴും പുള്ളിക്ക് പിന്നെ സുഖമില്ലാതെ അവിടെ നിൽക്കാൻ പറ്റാതെ ആയി വരും. അപ്പൊ കർത്താവ് ഇപ്പൊ ഈ പൂർണ്ണമായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞങ്ങള് മുന്നോട്ട് പോകാൻ ഇനി ഈ അടുത്ത മാസം ഞാനിപ്പോ ചിങ്ങവനത്താണ്, കൺവെൻഷന് വന്നിട്ട് പോയില്ല. എന്റെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല, അവര് ഹിന്ദുക്കളായതുകൊണ്ട്. പക്ഷെ എന്റെ അനിയത്തിയൊക്കെ സ്ഥാനപ്പെട്ടതാണ്. അനിയത്തിയൊക്കെ പിന്മാറിപ്പോയി. ഞാൻ ഇങ്ങോട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ അനിയത്തിയും സ്ഥാനപ്പെട്ടതായിരുന്നു. അനിയത്തി അമ്മയൊക്കെ പിന്മാറി, അവര് ഹിന്ദുക്കളിൽ തന്നെ പോയി. അവരുടെ വിവാഹം ഹിന്ദുവിൽ തന്നെ കഴിച്ചു കൊടുക്കാനിടയായി തീർന്നു. അങ്ങനെ ദൈവകൃപയാൽ ഇപ്പം ഇവിടെ ആയിരിക്കുന്നു. ദൈവം അനുവദിച്ച അടുത്ത മാസം എൻ്റെ അനിയത്തിയുടെ ഒരു മോളുടെ കല്യാണം ഉണ്ട് ഈ മാസം. അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങള് ഏപ്രിലിൽ അവിടെ കോലാപ്പൂർ പോകാനായിട്ട് ഇരിക്കുകയാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വീടും ഞങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് ദാനമായി തന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ദൈവം നന്മ തന്നു. വണ്ടി തന്നു, കാറ് തന്നു, ആംബുലൻസ്, ഇതൊക്കെ
ഇതൊക്കെ തന്നത് കർത്താവാണ്. എന്ന് വെച്ചാൽ ഈ ആംബുലൻസ് ഞങ്ങൾക്ക് പേഷ്യന്റിനെ കൊണ്ടുവരാൻ ആംബുലൻസ് ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഫെഡറൽ ബാങ്കിൽ ഒരു മാനേജർ വന്നു, മലയാളിയാണ്, കൊച്ചിന്ന്. അപ്പോൾ ആ മാനേജർ വന്നു കഴിഞ്ഞപ്പോ അച്ഛന് മലയാളത്തിൽ സംസാരിക്കുന്ന കണ്ടപ്പോ പെട്ടെന്ന് മലയാളിയാണോ എന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പൊ ആ സാറ് ഒന്നും കണ്ടിട്ടില്ല. ആ സാറ് അച്ഛനോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യണം? അപ്പൊ ഇങ്ങനെ പ്രവർത്തനം. പെട്ടെന്ന് തന്നെ ആ സാറ് പറയുകയാണ്, ബാങ്കിലെ മാനേജർ പറയുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ ഞങ്ങൾക്കൊരു ആംബുലൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു പുതിയ സ്റ്റോറൂമിൽ നിന്ന് ഒരു പുതിയ ആംബുലൻസ് മേടിച്ചെന്ന്, കാറ് വേറൊരാൾ തന്ന്, വണ്ടികൾ തന്ന്, പാത്രങ്ങൾ തന്ന്, കട്ടിൽ, ഒരു എല്ലാം എല്ലാം. എന്നുവെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. അത് കർത്താവ് വചനം ആ പാട്ട് പാടുന്ന പോലെ, ഞാൻ കേരളത്തിൽ വന്നപ്പോഴാണ് ആ പാട്ട് പാടുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല എന്ന് എന്നോടൊരു ദൂത് പറയുന്ന ഒരു ദേവദാസൻ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ ആരും നമുക്ക് കടക്കാരനല്ല. എന്റെ സഹോദരങ്ങളൊക്കെ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവര് പറയോ, അയ്യോ ഇവള് ഇവിടെ സ്വർഗത്തിലാണ്, ദൈവം അവളെ മാനിച്ചത് കണ്ടില്ലേ എന്നൊക്കെ എന്റെ സഹോദരന്മാർക്ക് ഭയങ്കര ഇതായി. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അവരത് വിട്ട് പോരാൻ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം എന്നെ കാണിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്പലം, ഇതിന്റെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എന്നെ കാണിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു പറയുമ്പോൾ അവരെന്നോട് ചോദിക്കും, ചേച്ചിനോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്നോട് ദൈവം പറഞ്ഞു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, വീട്ടിൽ അപകടം വരാൻ പോണു, ഇങ്ങനെ വരാൻ പോണതൊക്കെ എന്നോട് കർത്താവ് പറയുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതമായിട്ട് അവരെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച്, എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അവരും എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡിന്റെ വീടാണെങ്കിൽ അവർ കത്തോലിക്കരാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കണം. അവരുടെ മോന്റെ ജോലി, ഇപ്പൊ ഈ അനിയന്റെ ജോലി പോയി. അവൻ ദുബായിൽ കപ്പലിൽ എഞ്ചിനീയർ ആയിരുന്നു. അവന്റെ ജോലി പോയി പെട്ടെന്ന്. ഗവൺമെന്റ് ഇതിലായിരുന്നു, പക്ഷെ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് അവര് തിരിച്ചു പറയുകയാണ് ഇങ്ങോട്ട്. അപ്പൊ ദൈവം അവരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ദൈവം അത്ഭുതമായിട്ട് നടക്കണം, അത്ഭുതമായിട്ടാണ് നടത്തുന്നത്. ഇതുവരെയും കർത്താവ് ഒന്നിനും കുറവില്ലാതെ ദൈവം അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇവിടെയും വന്നിട്ടാണെങ്കിൽ ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ആ പഴയ ഇതില്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് സൗകര്യമാരുടെ, മറ്റന്നാൾ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് തീർച്ചയായിട്ടും അറിയാം എൻ്റെ സഹോദരങ്ങളൊക്കെയും വിടുവിക്കപ്പെടും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ആ കോലാപ്പൂര്, ഞങ്ങളുടെ ആ സ്ഥലം സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് നാട്ടില് വരാം, ആ കോലാപ്പൂര് വിറ്റിട്ട് നാട്ടിൽ വരാം, ഞങ്ങൾക്ക് രണ്ടുപേരും നാട്ടിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യാന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അച്ഛനും ആഗ്രഹമായിരുന്നു. പക്ഷെ എപ്പോഴും എന്നോട് ദൈവം സംസാരിക്കും. ഞാൻ പറയില്ലേ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഗസ്റ്റിൽ ഞങ്ങള് ഇടപ്പള്ളിയിൽ ഒരു പ്രാർത്ഥന ഉണ്ടായി, പാസ്റ്റേഴ്സ് മീറ്റിംഗ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു ദൈവദാസൻ, ഞാൻ എന്നെ അറിയട്ടില്ല കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. ആ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയണേ, ലൈലാമേറ്റു കോലാപ്പൂരി ഇങ്ങനെ ചപ്പലി ഒക്കെ പറയുക. എന്നിട്ട് എന്നോട് പറയാ, അവിടെ വിട്ടുപോരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ പറയാണ്, ഈ അവിടെയല്ല, ഈ കേരളത്തിലല്ല, ആ കോലാപ്പൂരി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത്, നിന്നെ ഞാൻ ഏലിയാവിന്റെ അഭിഷേകത്തിലാണ് അയച്ചേക്കണം എന്നോട് പറയാണ്. അനേക ആത്മീയ മക്കളെ കർത്താവിന്റെ ദാസന്മാരെ, ഏലീശമാരെ എഴുന്നേൽപ്പിക്കുക, അനേക ആത്മീയ മക്കളെ ദൈവം തരും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കല്യാണത്തിന് മുമ്പ് ഒരു ദർശനം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും അങ്ങനെ. അപ്പൊ എന്നെ ഒരു ഒരു വെളിപ്പാട് ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു. ഞാൻ വലിയൊരു വയലാണ്. ആ വയലിൽ നിന്ന് ഞാനിങ്ങനെ ഞാറ് പറിച്ച് ഈ പൊക്കമുള്ള ആ വ്യക്തിയുടെ കയ്യിൽ. അപ്പൊ എന്റെ ഹസ്ബൻഡിന് സത്യം പറഞ്ഞാൽ എനിക്കധികം പൊക്കൂല, ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കണം. അതുപോലെ അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്കറിയാം, ദൈവം എനിക്കറിയാ വേലയുണ്ട്. പക്ഷെ ഈ സ്ഥലത്തിന്റെ വിഷയം വന്നപ്പോൾ വളരെ ഞങ്ങൾ ആ സ്ഥലത്തിന്റെ ഈ BJP-ക്കാര് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ, ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഫ്രണ്ടിൽ തന്നെ മരിച്ചവരുടെ എല്ലിടുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് ഇവര് നമ്മുടെ വഴി ബ്ലോക്ക് ആക്കി കളഞ്ഞു. നമ്മുടെ വണ്ടി കയറത്തില്ല, നമ്മുടെ വണ്ടി കയറാതെ വിധത്തില് അവര് വഴി നമ്മുടെ സ്റ്റേ ചെയ്തിട്ട് നമ്മള് അവരുടെ പിന്നെ അവര് അവിടെ ഈ BJP-ക്കാരാണ്. അവരുടെ സ്ഥലത്തെ കണ്ടത്തില വെള്ളമൊക്കെ പൊട്ടിച്ച് നമ്മുടെ കണ്ടത്തിലോട്ട് വിടും. അങ്ങനെ അവര് ഭയങ്കര ഗുണ്ടായിച്ചു. ഞങ്ങളൊന്നും മിണ്ടാൻ പോയില്ല, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നടന്ന് അവിടെ എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും. കണ്ടമാണ്, അടുത്തൊന്നും ഒരു വീടില്ല, ഈ കണ്ടത്തിന്റെ നടുക്കാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്. അച്ഛൻ ഇങ്ങനെ കേരളത്തിലായിരുന്നു, പിന്നെ പല സ്ഥലങ്ങളിലും ക്ലിനിക്കൊക്കെ. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ദൈവത്തിന്റെ ഭയങ്കര അത്ഭുതം കാണും. ആ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയ വലിയ പാറ പോലത്തെ കല്ലാണ്. ആ കല്ലിന്റെ അടിയിൽ ഇവര് മരിച്ചവരുടെ എല്ല് കൊണ്ടുവന്നിടും അവിടെ ഹിന്ദുക്കളുടെ. അങ്ങനെ അവിടെ ഒരു പൂജ ചെയ്യുന്നു. നമ്മുടെ വഴി ബ്ലോക്ക് ആക്കിയിട്ട് ഒരു 2.5 സെന്റ് സ്ഥലത്ത് ഇവർ ഈ എല്ലിട്ടിട്ട് നമ്മുടെ വഴി അടച്ചു വെച്ചിരിക്കുന്നു. അവിടെ ഇങ്ങനെ അവർ ചെയ്തു. പക്ഷേ
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം അതിനുശേഷം ഈ 2024 ഒരു ഇത് വന്നേക്കുവാണ്. അതിലെ ഹൈവേ വരെയാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടി. ഈ എതിർത്തവരുടെ വീടുകളെല്ലാം പോകും, എല്ലാം പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഹൈവേ നാഗ്പൂർ ഗോവ അങ്ങനെ വരെയാണ്. വെച്ചാൽ നമ്മുടെ സ്ഥലം വിൽക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ അവിടെ നിന്ന് ഇട്ടേച്ചു പോരാൻ വേണ്ടി ഇവര് പലതും നോക്കി, പല മന്ത്രങ്ങളും ഇതൊക്കെ നോക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാകും പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോ. അവിടെയൊക്കെയും ഒറ്റയ്ക്ക് നിന്ന് നമ്മളെ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് പറയണല്ല, പക്ഷെ ദൈവത്തിന്റെ ആ ഒരു കൃപ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ആരാധിക്കും. ഞാൻ അടുത്തൊക്കെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ മറാഠികളുടെ വീടാണ്, അവിടെയൊക്കെ പോയി എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഈ മറാഠി ശരിക്കും പഠിക്കാഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷത്തോളം ഞാൻ ഈ മെന്റലി ആൾക്കാരെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പുറത്തു പോകില്ലായിരുന്നു. സത്യം പറഞ്ഞ ഇന്ന് എനിക്ക് അവിടുത്തെ ഒരു മാർക്കറ്റ് അറിയില്ല, മീൻ മാർക്കറ്റ് അറിഞ്ഞൂടാ, കടകൾ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. വെച്ചാൽ ഇവരെ നോക്കിയിട്ട് ഞാൻ എങ്ങും പോകില്ല. വർഷത്തിലൊരിക്കൽ മാത്രം ചിലപ്പോ ഇവിടെ കൺവെൻഷൻ വരും, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വരാൻ പറ്റൂല. അങ്ങനെ വളരെ വേദനകളും. പക്ഷെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇവരെ നോക്കണം ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരും നോക്കണതും എനിക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ അവരെ നമ്മൾ നോക്കണ പോലെ നോക്കൂല. അപ്പൊ ഈ സ്ഥലത്ത് ഇവര് സ്റ്റേ ചെയ്ത് ഈ 2.5 സെന്റ് സ്ഥലം, അത് കൂടാതെയുള്ള സ്ഥലം, ഇന്ന് ആ എതിരായിട്ട് നിന്നവരുടെ വീടും എല്ലാം പോവും. പുതിയ വീടൊക്കെ പണിതിട്ട് അവർ കയറി താമസിച്ചോളൂ. ഈ 2 മാസത്തിന് മുമ്പ് ആ വീടുകളെല്ലാം പോവും. അവിടെ ഹൈവേ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരാണ്, ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൂടി നടത്തിയ ദൈവം, ആ ഒരു ഇസ്രായേലി ചെങ്കടലിൽ വഴിയുണ്ടെന്ന് മോശയ്ക്ക് പോലും അറിയില്ല. മോശയോട് ദൈവം പറഞ്ഞു, നീ വിശ്വാസത്താൽ വഴി നീട്ടാനാണ് പറഞ്ഞ. ദൈവത്തിന് സ്വതന്ത്രം. നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നത്തിന്റെ മധ്യേ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഇതാണ് എനിക്ക് വളരെ ഇത് തോന്നി. ഇങ്ങനെ ഇപ്പൊ അവിടെ അതിലെ ഹൈവേ വരാണ്, അതിൽ സർവേ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥലം വന്നു. പക്ഷെ ഞങ്ങളുടെ വീടും കുറച്ച് സ്ഥലവും പോവില്ല, ചിലപ്പോ ഒരു 2-3 സെന്റ് 4 സെന്റ് സ്ഥലം പോവാം, എന്നാലും സാരില്ല, അവിടെ ഹൈവേ ആയി. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കാരണമാണ് ഞങ്ങൾ കൂടുതലും അവിടെ നിന്ന് ഇട്ടേച്ചും പോരാന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്. ദൈവം ഇവിടെ ആരാധിക്കാൻ പറ്റില്ല, വഴി ഞങ്ങളുടെ സ്റ്റേ ആക്കി കളഞ്ഞ്, ഇങ്ങനെയൊക്കെ വളരെയധികം പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു 5 മണിയാകുമ്പോൾ നടക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോകും. ഒറ്റയ്ക്ക് നടക്കാൻ പോകുമ്പോൾ പരിചയമുള്ള വീട്ടിലൊക്കെ കയറി അറിയാവുന്ന പോലെ സുവിശേഷം പറയും, വചനം പറയും, യേശുവാണ് ദൈവം എന്ന് പറയും. പിന്നെ നടന്ന് ഞാൻ റോഡിൽ കൂടി നടന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ളവർ എന്നോട് ആന്റി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആന്റി എന്താണ് ആന്റി കൈ ഉയർത്തി വ്യായാമം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് 2 കൈ ഉയർത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ആ ദേശമല്ല, ആ പട്ടണത്തെയാണ് ഞാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അവിടെ ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്നേ പിന്നെ അനേക ദൈവദാസന്മാര് വരും. ഞാനിവിടെ ബിച്ചാനോടും പറഞ്ഞിച്ചാ, എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കാണ്, ഞാൻ അവിടെ പരിചയമുള്ള വീടുകളിലൊക്കെ പോണം. അപ്പോ OMI പ്രവർത്തിക്കണ 2 പെൺപിള്ളേർ അവിടെ തരാം, കയ്യില് പോവും, പ്രാർത്ഥിക്കാൻ പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ള മറാഠി പെൺപിള്ളേരാണ്. അങ്ങനെ പോകാന്ന് ഇപ്പൊ ഈ അടുത്ത മാസം ഇപ്പൊ ഈ കല്യാണം അതല്ല, ഞങ്ങൾ ഇവിടെ ഒരു വീട് നോക്കിയായിരുന്നു. എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കിട്ടിയാല് അത് മേടിക്കുക എന്നൊക്കെ ഉള്ള പ്ലാനിൽ നിൽക്കണം. ആ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ ആ സ്ഥലം ആരെങ്കിലും സർക്കാർ എടുക്കുമ്പോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നോക്കാന്ന് ഓർത്താണ് ഞാൻ ഇവിടെ കൂടുതലും നിന്നത്. പല വീടുകളും നോക്കിയതോട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് താമസിക്കാൻ ഇപ്പൊ 2 പേർക്കും കൂടി താമസിക്കാൻ പറ്റാ. അച്ഛനപ്പുറം ചങ്ങനാശ്ശേരിയിലാണ്, ഞാനിവിടെ ബദേസ്ഥലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ദൈവം ഇവിടെ ആകുമ്പോൾ നല്ല ആരാധന. എന്റെ വീട്ടിലാണെങ്കിലും നിൽക്കാൻ പറ്റൂല, ആരാധിക്കാൻ പറ്റൂല. ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ള പ്രശ്നത്തിൽ കൂടിയൊക്കെയാണ് കടന്നു പോണത്. അപ്പൊ കൃപയാ ഇത്. പക്ഷെ എനിക്കൊരു വിഷമമില്ല, ദൈവം അതെല്ലാം നടത്തും, അനുഗ്രഹപ്പെട്ടു. അപ്പൊ ഇപ്പൊ അച്ഛൻ പറയണ അവിടെ നമുക്ക് ചർച്ച, എന്നാ അനേകരോട് പറഞ്ഞു, അനേക ദൈവാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരാധന നടത്തിക്കോ, ഞങ്ങളിപ്പോ ആശ്രമം അവിടെ നിർത്തി, കൊറോണയുടെ ടൈമായപ്പോ ആശ്രമം നിർത്തി നിങ്ങൾ. പക്ഷെ ഇതൊന്നും ആരും ഏറ്റെടുത്തില്ല. പക്ഷെ അത് അവരല്ല ചെയ്യേണ്ടത്, അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ, അതിനുവേണ്ടി ദൈവം അതെല്ലാം തടസ്സപ്പെടുത്തി. ഇപ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കണം. ആന്റിയും അവിടെ വരണം എന്ന് ഞാൻ പറയുകയാണ്. ഇനിയുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഒത്തിരി ദൈവം നടത്തിയ വഴികളെല്ലാം. ദൈവത്തിന് സ്തോത്രം പറയാൻ സാക്ഷ്യത്തിൽ നിന്ന്. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 2 മദ്യപാനികളുടെ നടുവിൽ നിന്ന് സഹോദരനും പിതാവും, തികഞ്ഞ മദ്യപാനികളുടെ നടുവിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ശരിക്കും ഞാനേ ഇത് കേട്ടപ്പോ ചിന്തിക്കുകയാണ്, ഒരു ബാലികയുടെ ദർശനമാണ് ഈ ദർശനം.
അതിന്റെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ തിരുവചനം പറയുന്നു ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുക, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക എന്നുള്ളതാണ്. കർത്താവ് ആ ദർശനത്തിലൊക്കെയും കൊണ്ടെത്തിച്ചു. ഇനിയും ബാക്കി കുറച്ച് കാര്യങ്ങൾ ശേഷിച്ചിരിക്കുകയാണ്. അവയൊക്കെയും കർത്താവ് ചെയ്യിപ്പിക്കും. ഈ ഭൂമിയിലെ കൊച്ചായുസ് അനേകർക്ക് ഫലവത്തായി തീരുവാനാണ് ആമേൻ കർത്താവിന്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചത്. എത്രയോ തെരുവിൽ കഴിയുന്ന ആളുകളെ അവരെ അന്വേഷിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സ്വന്തം സഹോദരങ്ങളെ പോലെ അവരെ കരുതുവാനും ഇതൊക്കെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കൃപയൊന്നും അല്ല. പലപ്പോഴും കേട്ടല്ലോ, മലമൂത്ര വിസർജാദികൾ ആ ഒരു മുറിക്കകത്ത് ആയിരിക്കുന്ന സമയത്തും അവയൊക്കെയും വൃത്തിഹീനമാകാതെ വളരെ അടുക്കോടും ചിട്ടയോടും വളരെ സ്നേഹത്തോടും കൂടി അവരെ പരിചരിച്ച് അവയൊക്കെയും വൃത്തിയാക്കി അവരെ ആ ഒരു മുറിക്കുള്ളിൽ തന്നെ എല്ലാവരും ചേർന്ന് സഹകരണത്തോടെ അവിടെ താമസിക്കുവാൻ ഒക്കെ ദൈവം കൃപ നൽകി. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചെടുത്തത് മാത്രമാണ്, തന്റെ ദർശനമാണ്. ഇതൊക്കെ ആരാ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിയുടെ ഉടയവനെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ ലഭിച്ച ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയതാ. ഞാൻ കർത്തദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലലസയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, വലിയ ഉന്നതികളിൽ പിന്നെയും കർത്താവ് എത്തിക്കട്ടെ. ശ്രേഷ്ഠമേറിയ പദവികൾ കർത്താവ് സ്വർഗത്തിലും തരാനുണ്ട്. ഇവിടെ മാത്രമല്ല, ആമേൻ. സഹോദരങ്ങൾ പറഞ്ഞോളൂ, സ്വർഗത്തിലാ ഇപ്പൊ താമസിക്കുന്നതെന്ന്. അതാ നിന്ദിക്കുന്നവരുടെ നടുവിൽ ആമേൻ ദരിദ്രന്മാരെ ആമേൻ ധനവാന്മാരോടുകൂടി കുപ്പയിൽ നിന്ന് ഉയർത്തി അവരെ ഇരുത്തുന്ന ഒരു ദൈവം. അത് ജീവിത അനുഭവത്തിലൂടെ ആമേൻ സാക്ഷിക്കുവാനിടയായി. സ്വന്തം സഹോദരങ്ങളുടെ കണ്ണാൽ അത് കാണുവാനിടയായി. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. എത്ര വിശ്വസ്തനാണ്! ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കരുണയും അല്ലേ, അതിനൊക്കെ ദൈവം ഒരുക്കി തന്ന്. മറിയാമ്മാന്റിയെ തമ്പിച്ചാനെയൊക്കെ എന്റെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടും കേട്ടും. ഞാനും പലപ്പോഴും തമ്പിച്ചാനുമായിട്ട് ഞാനും ഇതുപോലെ പലവട്ടം അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. എന്നെയും മിഷണറി മോളെന്ന് എന്റെ മാതാവിനോട് ചോദിക്കും, മിഷണറി മോൾ എവിടെയെന്നാ ചോദിക്കുന്നത്. ഞാനും ഇതുപോലെ സഞ്ചരിച്ച് അനേക ഇന്ത്യയുടേതായ പല സ്റ്റേറ്റുകളിൽ, ഇപ്പം 20 സ്റ്റേറ്റുകളിൽ ഞാൻ കവർ ചെയ്തു. അവിടെ ഒക്കെയും വേല ചെയ്യുന്ന സമയത്തും കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യേണ്ടതിന് വ്യക്തികളെ കൈകളിലെടുക്കും. ലോകത്തിൽ നമുക്ക് സ്വന്തം മാതാപിതാക്കളെക്കാൾ ഉപരിയായി ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരും ക്രിസ്തുവിൽ മാതാപിതാക്കളുമുണ്ട്. അവരുടെ സ്നേഹമാണ് നമ്മെ ഇതുവരെയും കൊണ്ടെത്തിപ്പാൻ ഇടയാക്കിയത്. ആകയാല് ആ കുടുംബത്തെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരുടെയും ഒക്കെ സാക്ഷ്യങ്ങൾ വളരെ അധികമാണല്ലോ. താനും ഒരു ജ്ഞാനായ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടു. അവരുടെ മക്കളെ 4 പേരെയും ദൈവം ഇന്ന് ശക്തമായ കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്രകാരം അവരോട് ചേർന്ന് നിന്ന് ആമേൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന അനേകായിരങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുള്ള കർത്താസിക്കും അവരുടെ കുടുംബത്തെ ചേർന്ന് നിന്ന് അനുഭവിക്കുവാനും അവരുടെ സ്നേഹങ്ങളും അവരുടെ സൽക്കാരങ്ങളും ഒക്കെ അനുഭവിക്കാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. എല്ലാറ്റിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇനിയും ആ പ്രദേശത്തെ കർത്താവ് അയച്ച് അവിടുത്തെ മഹത്വരമാകുന്ന വേലയിൽ ആ മുന്തിരിത്തോപ്പിൽ അത്യധ്വാനം ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം ഞാൻ കർത്തദാസിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് നമ്മുടെ സെക്ഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം സമയം തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തത്തക്ക നിലയിൽ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ സാക്ഷിക്കുവാൻ ഇടയാക്കിയല്ലോ. ഈ സാക്ഷ്യം അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുവാൻ, അനേക ഹൃദയങ്ങൾക്ക് ഒരു സന്തോഷമായി മാറുവാൻ കർത്താവ് ഇടയാക്കണം. കർത്താവിന്റെ ദാസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരോഗ്യവും ബലവും ശക്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവെ, ഇരുവരും ചേർന്ന് അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായി ഉപയോഗിക്കപ്പെടുവാൻ ഇടയാക്കിയാട്ടെ. എല്ലാ നന്മകളാൽ നിറച്ച് അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പിന്നെയും അവരവിടുത്തെ വേല തികപ്പാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയതോ നീ കേൾക്കണം, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ, ഞങ്ങളുടെ നടുവിൽ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ആമേൻ ഈ സമയത്തും ഒരു തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ജീവിക്കുന്ന സാക്ഷിയായി ഇരുന്നു കൊണ്ട് ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട തന്റെ ജീവിത സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവ് പിന്നെ ഉപയോഗിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.
മാരാനാഥ.